بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ച ഒരു പുതിയ മതമുണ്ടാക്കാനല്ല. അങ്ങനെ ആർക്കും ഒരു മതം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിനാൽ അംഗീകരിക്കപ്പെട്ടൊരു ദീനുണ്ട്, ആകാശത്തിന്റെ ദീൻ. അത് ദീനുൽ ഇസ്ലാമാണ്. അതിന്റെ ശാരിയ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മതമുണ്ടാക്കുക എന്ന ആ പ്രയോഗത്തിന് തന്നെ അർത്ഥമില്ല. പിന്നെന്തിനാണ് അംബിയാ മുസ്ലിങ്ങൾ ഉണ്ടായത്? അംബിയാ മുസ്ലിങ്ങളെ അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ്? അള്ളാഹു ഭൂമിയിൽ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ദീനിനെ മനുഷ്യൻ അവന്റെ ഇച്ഛകളെ കൊണ്ട് മലീമസമാക്കിയപ്പോൾ അത് ക്ലിയറാക്കി കൊടുക്കാനാണ് അല്ലാഹു തആല അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ചത്. മുഹമ്മദ് നബിന്റെ ദീൻ, നൂഹ് നബിന്റെ ദീൻ, ഇബ്രാഹിം നബിന്റെ ദീൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് ഇവരിവിടെ വന്നിട്ട് ദീൻ ഉണ്ടാക്കുകയായിരുന്നു എന്ന്. ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ദീൻ,
ദീനുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിൻ്റെതല്ലാത്തൊരു ദീനിനെയാണോ മനുഷ്യർ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത്? അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിൻ്റെതല്ലാത്തൊരു ദീനനുസരിച്ചാണോ മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ഏതവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി ആകാശങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ മുഴുവനും മുസ്ലിമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും മുസ്ലിമാണ്. അത് അള്ളാഹു പറഞ്ഞത്, അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളവർ മുസ്ലിമായിട്ടുണ്ട്, ഭൂമിയിലുള്ളവരും മുസ്ലിമായിട്ടുണ്ട്. തൗഅൻ വകർഹൻ, തൗഅൻ എന്താണ് തൗഅൻ? അതിൻ്റെ അസ്തിത്വം തന്നെ ദീനിലാണ്. അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ നിർമ്മാണം തന്നെ ദീനിലാണ്. മലക്കുകളെ പോലെ മലക്കുകളുടെ സൃഷ്ടിപ്പുമായിട്ടാണ് ദീനിന് ബന്ധം. മലക്കുകളുടെ സൃഷ്ടിപ്പുമായിട്ടാണ് ദീനിന് ബന്ധം. അതുകൊണ്ട് തന്നെ മലക്കുകൾക്കിടയിൽ പ്രവാചകന്മാരില്ല. മലക്കുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നബിമാരുണ്ടോ? മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ഇല്ല. മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു കിതാബ് ഇറക്കിയിട്ടുണ്ടോ? അതുമില്ല. എന്തുകൊണ്ടാണ്? എന്താണോ അവരുടെ നിലനിൽക്കുന്ന കാലം മുഴുവനും ചെയ്യേണ്ടത്, അത് അവരുടെ അസ്തിത്വത്തിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ജന്മം കൊണ്ട് തന്നെ മലക്കുകൾ മുസ്ലിമാണ്. മുസ്ലിമായിട്ടാണ് അവരെ സൃഷ്ടിക്കുന്നത് അല്ലാഹു തആല. അവരുടെ കാലഘട്ടം കഴിയുന്നത് വരെ, എന്നുവെച്ചാൽ അവർ മരിക്കുന്നത് വരെ, മലക്കുകൾക്ക് മരണമുണ്ട്. അവർക്ക് നിശ്ചയിച്ച മരണം സംഭവിക്കുന്നത് വരെ എന്താണോ അവർ ചെയ്യേണ്ടത് അത് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കൂട്ടേണ്ട പ്രശ്നം മലക്കുകൾക്ക് വരുന്നില്ല, എന്തെങ്കിലും കുറഞ്ഞു പോകുന്ന പ്രശ്നവും മലക്കുകൾക്ക് വരുന്നില്ല. സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു തആല ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി ലോകാവസാനം വരെ അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ചതിനൊന്നും അവരെ എതിര് പ്രവർത്തിക്കുകയില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എന്താണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിരിക്കുന്നത്? കൈഫ അൻഉമു വസ്വാഹിബുസ് സൂർ, കൈഫ അൻഉം വസ്വാഹിബുസ് സൂർ എന്ന് പറഞ്ഞു. കൈഫ അൻഉമു വസ്വാഹിബുസ് സൂർ, ഞാൻ എങ്ങനെയാണ് കുറച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, ഞാൻ എങ്ങനെയാണ് സുഖിക്കുക, ഞാൻ എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക. സൂർ എന്ന കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് നെറ്റിച്ചുളിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാത്തിരിക്കുകയാണ്. ഉമർ എപ്പോഴാണ് കൽപ്പന വരുന്നത് എന്ന് വെച്ചിട്ട് വേറെ ഒരു ജോലിയും മൂപ്പർക്കില്ല. ആലോചിച്ച് നോക്കണം. അവരെ സൃഷ്ടിച്ച നാൾ മുതൽ അവരെ ജോലി അതാണെന്ന് അള്ളാഹു പറയുന്നത്. ആ സൂറും അതെങ്ങനെ കൈഫ് അള്ളാഹു പറയാം. ആ സൂർ എങ്ങനെയാണ്, ആ മലക്കെങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും ഗവേഷണം ചെയ്തിട്ട് കൊളാക്കണ്ട. അള്ളാഹു തൗഖീഫിയാണ് വിഷയം, അല്ലെ? തൗഖീഫി എന്നല്ലേ പറയാ. അള്ളാഹു എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക. അതിനെപ്പറ്റി പിന്നെ ഗവേഷണം ചെയ്തിട്ട് ഹൃദയം പുണ്ണാക്കണ്ട. അത് എന്തിലാ കലാശിക്കുക? ഷഹാദത്ത് ബാത്തിലാകുന്നതിൽ കലാശിക്കും. അത് സൂര്യ എന്ന കാഹളം എമർജൻസി ഒന്ന് സൃഷ്ടിച്ചേക്ക്, എന്നാ പിന്നെ പെട്ടെന്ന് ലേറ്റ് അഥവാ പോയാൽ ബുദ്ധിമുട്ടില്ലല്ലോ. അതിൽ തന്നെ വെച്ച് ഓണില്ലല്ലോ ഉള്ളത്. അപ്പൊ ആ സൂറ് എന്ന കാഹളവും പിടിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നെറ്റി ചുളിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല ഗൗരവമുള്ള കാര്യം ചിന്തിക്കുന്ന നമ്മൾ നെറ്റി ചുളിക്കൂലേ, അതേമാതിരി സൂറ് എന്ന കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് അതും പിടിച്ചിരിക്കുകയാണ്.
എപ്പോഴാണോ കൽപ്പിക്കുക, മത്താത്ത് ഉമർ എപ്പോഴാണോ കൽപ്പിക്കുക, എപ്പോഴാണോ കൽപ്പന വരുന്നത്, കൽപ്പിക്കപ്പെടുന്നത് എപ്പോഴാണോ അപ്പോൾ ഫയംഫു ഊതും. അപ്പൊ എന്ന് തുടങ്ങിയതായിരിക്കും ആ യുദ്ധം. മലക്കുൽ മൗത്തിന് ജോലിയുണ്ട്, എപ്പോഴും ജോലിയുണ്ട്. മലക്കുൽ മൗത്തിന് എപ്പോഴും ജോലിയുണ്ട്, മറ്റെല്ലാവർക്കും ജോലിയുണ്ട്. മീകായിൽ പർവ്വതങ്ങളും മറ്റും ഏൽപ്പിക്കപ്പെട്ടവർ, അവർക്കൊക്കെ സ്ഥിരമായി ജോലിയുണ്ട്. ഇസ്രാഫീലിന്റെ ജോലി അല്ലാഹു തആല അവരെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എന്താണോ അവരുടെ അസ്തിത്വവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതാണ് അവരുടെ ദീൻ, അതാണ് തൗഅ. സൂര്യൻ മുസ്ലിമാണ് ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല, അലം തറ, ഓ മുഹമ്മദ് നബിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, യസ്ജുദു ലഹു, അല്ലാഹുക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ അഖിലവും, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർ അഖിലവും അല്ലാഹുവിന് സുജൂദിലാണ്. വശംസു, അല്ലാഹു തആല ആദ്യം മുജ്മലായിട്ട് പറഞ്ഞിട്ട് പിന്നെ മുഫസ്സലായിട്ട് പറയുകയാണ്. ആദ്യം ആകാശങ്ങളിലുള്ളവർ മുഴുവനും ഭൂമിയിലുള്ളവർ മുഴുവനും എന്ന് പറഞ്ഞു. എന്നിട്ട് തഫ്സീലായിട്ട് പറയുക, വശംസു, സൂര്യനും സുജൂദിലാണ്. കാരണം സൂര്യൻ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിമാണ്. വൽ ഖമറു, ചന്ദ്രനും മുസ്ലിമാണ്, ചന്ദ്രനും സുജൂദിലാണ്. പരിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവാണ് പറയുന്നത്. വന്നുജൂമു, നക്ഷത്രങ്ങളും സുജൂദിലാണ്, നക്ഷത്രങ്ങളും സുജൂദിലാണ്. നക്ഷത്രങ്ങൾ മുസ്ലിമാണ്, അതിൻ്റെ അസ്തിത്വം ഇസ്ലാമാണ്. അല്ലാഹുവിൻ്റേതല്ലാത്ത വേറൊരു ദീൻ അവർക്ക് അറിയില്ല. അതാർക്കും അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനും കഴിയില്ല. കാരണം അവരുടെ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അസ്തിത്വവുമായി ദീനുൽ ഇസ്ലാമിനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല. നിർമ്മാണത്തിൽ തന്നെ ഇസ്ലാമിനെ, അതിൻ്റെ ഉൽപ്പത്തി നിർമ്മാണത്തിൽ തന്നെ ഇസ്ലാമിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിന്ന് ദീൻ കൂട്ടുന്ന പരിപാടിയില്ല. സൂര്യനും അങ്ങനെ തന്നെ. ഖിയാമത്ത് നാൾ വരെ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുകയും ഖിയാമത്ത് നാളിൽ ഊത്തോടുകൂടി അത് തകിടുപൊടിയാകും ചെയ്യുന്നത് വരെ ആർക്കും സൂര്യൻ്റെ മേൽ വേറൊരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ആര് ശ്രമിച്ചാൽ തീർച്ച. പല ശ്രമങ്ങളും നടക്കും ലോകത്തും. ചിലപ്പം സൂര്യനെ സ്തബ്ധിപ്പിച്ച് നിർത്താൻ സംവിധാനങ്ങൾ ഉണ്ടാവും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമാണല്ലോ. അല്ലാഹു തആല മനുഷ്യർക്ക് വിട്ടുകൊടുത്ത ഇൽമാണ് സയൻസ്. കൗനിയായ അറിവുകൾ. അറിവ് രണ്ട് തരമാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ഒന്ന് അൽ ഇൽമുൽ കൗനിയ, സാങ്കേതിക ജ്ഞാനം, അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. മറ്റേത് അൽ ഇൽമു ശർഇയ്യ, ശർഇയ്യായ ഇൽമ്, വഹീന്റെ ഇൽമ്. വഹീന്റെ ഇൽമ്, അതിനാണ് ഇൽമു എന്ന് പറയുന്നത്. ഇൽമിന്റെ നേരെ ഓപ്പോസിറ്റ് വാക്ക് ജഹീല്. എന്താണ് ജഹീലിന്റെ മായന? ജാഹിൽ എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ജഹീലിനെ നമ്മൾ പാടെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാടെ നമ്മളതിനെ കുറവാക്കി കുറ്റപ്പെടുത്തി. ഡാർവിൻ അയാൾ സിദ്ധാന്തിച്ചതൊരു ഇൽമാണ്. അയാളെ മാനസിക രോഗിയൊന്നും വിളിക്കണ്ട. അയാൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് അയാൾ വലിയ 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 സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇൽമല്ല എന്ന് മാത്രം. ഒരു കാര്യം ഇൽമാകുമ്പോഴേ നിർബന്ധമായി നമ്മളതിനെ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. ഒരു കാര്യം ഇൽമാകുന്നത് എപ്പോഴാണ്? ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? മാ ഖാലല്ലാഹ്
വമാ ഖാല റസൂലുള്ള. വഹിയാനി ശരീഫാൻ, അതിമഹത്തമായ രണ്ട് വഹിയിൻ്റെ ഇൽമിനാണ് ഇൽമു എന്ന് പറയുന്നത്. രണ്ട് വഹി, മാ ഖാലല്ലാ വമാ ഖാല റസൂലുള്ള. അല്ലാഹ് പറഞ്ഞത്, റസൂല് പറഞ്ഞത്. അവിടെ മാ ഖാലല്ലാ സുമ്മ ഖാല റസൂലുള്ള എന്ന് പറഞ്ഞു പോകരുത്, അങ്ങനെയില്ല. അല്ലാഹ് പറഞ്ഞത് പിന്നെ റസൂല് പറഞ്ഞത്. ഉലമാക്കൾ പോലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി പറഞ്ഞതില്ല, അള്ളയും റസൂലും പറഞ്ഞത് എന്ന് തന്നെ പറയണം. അതാണ് നെസ്. നെസ് എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും പറഞ്ഞത്. നെസ് എന്ന് പറഞ്ഞാൽ ആദ്യം അള്ളാഹ് പറഞ്ഞത് പിന്നെ റസൂൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് അക്കീദ, അഹ്ലു സുന്നയുടെ അക്കീദയല്ല. അള്ളയും റസൂലും പറഞ്ഞത്. എപ്പോഴും നമ്മൾ നെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹ് പറഞ്ഞാൽ പോരെ, പിന്നെ റസൂൽ, അത് മാനസിക രോഗം, ഫീ ഖുലൂബിഹിം മറദ്. അവരാണ് ഈ സയൻസ് റസൂലുള്ളാഹിക്കാരാകുന്നത്. സയൻസ് അനുസരിച്ച് സുന്നത്തിനെ കൈകാര്യം ചെയ്യുന്നവർ വഹീൻ്റെ ഇൽമ മനസ്സിലാകാത്തവരാണ്, അവർ വിവരം കെട്ടവരാണ്. അവരെ ജാഹിദെന്നും പറയാൻ പറ്റൂല, അവരെ സഫീഹ് എന്നേ പറയാൻ പറ്റുള്ളൂ. 3 തസ്തികകളാണ്: ആലിമ്, ജാഹിദ്, സഫീഹ്. ആലിം വഹീൻ്റെ ഇൽമുള്ള ആള്, ജാഹിൽ വഹീൻ്റെ ഇൽമില്ല സയൻസിൻ്റെ ഇൽമുള്ള ആള്, അതൊക്കെ ജാഹിൽ എന്നാ പറയാ. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? ഇൽമിന്റെ നേരെ ഓപ്പോസിറ്റ് ജഹിലാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹിന്റെ റസൂലും പറഞ്ഞത്. ജഹിൽ എന്ന് പറഞ്ഞാലോ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ കഴിവ് ഉപയോഗിച്ച് മനുഷ്യൻ വസ്തുക്കളെ ഉപയോഗിച്ച് കണ്ടെത്തിയത്. വസ്തുക്കളെ ഉപയോഗിച്ച് കണ്ടെത്തിയത്. അത് ഇന്നലെ ശരിയാക്കാം, ഇന്ന് തെറ്റാവാം, നാളെ ശരിയാവാം, മറ്റന്നാളെ തെറ്റാവാം. നിലനിൽപ്പില്ലാത്ത അറിവ്. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇൽമും ജഹലും ഒരു 30-40 കൊല്ലം മുമ്പുള്ളൊരു, അല്ലേ, 40 കൊല്ലമായിട്ടുണ്ടാവും, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. കൊല്ലത്തെങ്ങാനും ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി SSLCക്ക് പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്തു. ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 25 കുട്ടികൾ മുസ്ലിമീങ്ങൾ, ഒരു 50 കുട്ടികൾ ഹിന്ദു കുട്ടികൾ, ഒരു 25 കുട്ടികൾ ക്രിസ്ത്യൻ കുട്ടികൾ, അല്ലേ? അങ്ങനെയല്ലേ? സെക്യുലർ. ഈ കുട്ടികൾ പരീക്ഷാ ഹാളിൽ, അന്നത്തെ പരീക്ഷ സയൻസാണ്, ജീവശാസ്ത്രം. പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടി കുട്ടികൾക്ക്. നമ്മളെ പരീക്ഷ രീതി അതാണല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പരീക്ഷാ പേപ്പർ കൊടുത്തിട്ട് നോക്കിയിട്ട് ഉത്തരം എഴുതല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? അല്ലെങ്കിൽ ഇപ്പം മാറാല്ല, ജഹലെപ്പം മാറും, വയ്യല്ലേ മാറാണ്ടെക്കും. ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം: മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുന്നത് ഒരു ഖണ്ഡികയിൽ കുറയാതെ എഴുതുക. മാർക്ക് 15. മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുന്നത് ഒരു ഖണ്ഡികയിൽ കുറയാതെ എഴുതുക. 15 മാർക്ക്. സാധാരണ കുട്ടികൾ പരീക്ഷ ചോദ്യപേപ്പർ വായിക്കൂലേ? എന്നിട്ട് സാറ് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഓർമ്മയിൽ വന്നിട്ട് അങ്ങനെയാണല്ലോ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക. ഇതൊരു കോമൺ ചോദ്യമാണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നല്ലേ പറയുന്നത് നിങ്ങളെ ഭാഷയിൽ. കുട്ടികൾ വായിച്ചു, മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് ഒരു ഖണ്ഡികയിൽ കുറയാതെ നിങ്ങൾ എഴുതുക. അപ്പോൾ സ്വന്തം അറിവിൽ നിന്നെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 25 കുട്ടികളുടെ കൂട്ടത്തിൽ, മുസ്ലിം കുട്ടികളുടെ കാര്യം മാത്രം നമുക്ക് എടുക്കാം, 25 മുസ്ലിം കുട്ടികൾ, ആ കുട്ടികളുടെ കൂട്ടത്തിൽ 10 കുട്ടികൾ ഇസ്ലാമിസ്റ്റുകളാണ്, 15 ആൾ OBC കൂട്ടമാണ്. OBC അറിയാവോ? എന്തിനെല്ലാം താരീഫ് പറഞ്ഞിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ ഒരു സെക്യുലർ ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. 950 ഒരു കൃത്യമായ ഭരണഘടനയുള്ള രാജ്യമായി.
ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ജാതിക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ജാതി തിരിച്ച് ഒരു സംവരണം ആവശ്യമായി വരും പുരോഗതി വേണമെങ്കിൽ. അങ്ങനെ നെഹ്റു ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെയൊക്കെ ജാതി കൃത്യമായിട്ട് വിഭജിച്ചു. അവസാനം ഒരു പ്രത്യേക ജാതി അല്ലാത്തൊരു വിഭാഗം 1947 ശേഷം വിഭജനത്തിൻ്റെ സമയത്ത് പാകിസ്ഥാനിലേക്കെല്ലാം പോയത് കഴിച്ചു ബാക്കി വടക്കേ ഇന്ത്യയിലെ ഹിന്ദു ജമ്മിമാരുടെ തോട്ടത്തിലും വയലിലും പണിയെടുക്കുന്ന അടിമക്കൂട്ടത്തെ പോലെ കുറേ മുസ്ലിങ്ങളാണ് പിന്നെ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കിയല്ല ശരി പശ്ചിമയുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ആ ദുരന്തം അനുഭവിക്കാത്തത് തെക്കേ ഇന്ത്യക്കാരാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ വിഭജനത്തിൻ്റെ ദുരന്തം കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വിഭജനത്തിൻ്റെ ദുരന്തം വടക്കേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അവരെല്ലാം പോയി പാകിസ്ഥാനിലേക്ക്. പിന്നെ ബാക്കിയുള്ളത് ഇത്രയും ആൾക്കാരാണ്. എല്ലാവരും ഉത്തർപ്രദേശിന് വേണ്ടിയിട്ട് കരയുന്നവരാണ് ഇപ്പം എല്ലാവരും. നമ്മൾ പത്രക്കാരും ഉത്തർപ്രദേശിൽ ഒരു പ്രശ്നമില്ല, വളരെ സുഖമായിട്ട് ജീവിക്കുക ഉത്തർപ്രദേശിലെ മുസ്ലിമീങ്ങൾ. കേരളക്കാർക്കാണ് പ്രശ്നം. കാരണം ഈ കേരളക്കാർക്ക് കിനാവ് കാണൽ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശില് രാംപൂർ ഡിസ്ട്രിക്റ്റിൽ ടാൻഡാബാദിൽ മറ്റൊരു സ്ഥലമുണ്ട്. ഞാൻ പണ്ട് ജമാഅത്തിൽ പോയിട്ടുണ്ട്. ഈ ഫൈസാബാദിനടുത്ത്, ഈ അയോധ്യക്കടുത്ത്. ബാബരി മസ്ജിദ് പൊളിക്കുന്നത് ഒരു ഡിസംബർ 6-നാണ്. അതിന് തൊട്ട് മുമ്പുള്ള സെപ്റ്റംബറിൽ ഞാൻ ഉത്തർപ്രദേശിലുണ്ട്. അടുത്ത ആർക്കും അറിയില്ല അങ്ങനെ ഒരു പള്ളി പൊളിക്കുന്നിട്ടെന്നുള്ള കാര്യം. ഇവിടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കേരളക്കാർക്കറിയാം. ഈ ടാൻഡാബാദിലി എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് 5000-ഓളം മുസ്ലിം വീടുകളുണ്ട് അവിടെ. ഒരു മുസ്ലിമാണ് മേയർ. പക്കത്തെ പിലീകരണം. ആ 5000 മുസ്ലിം വീടുകളെ കൂട്ടത്തിൽ ആകെ അന്ന് ടിവിൻ്റെ ഏരിയയിലുള്ളത് ഈ മേയർ വീട്ടിൽ മാത്രമാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരും, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ. അതൊന്നും നമ്മളൊന്നും വിചാരിച്ച ഖിയാമത്ത് നടക്കൂല. അതായത് ഒരു 6 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞു മുതൽ 110 വയസ്സ് പ്രായമുള്ള കിളവൻ വരെ പള്ളിയിൽ വരും. കിളവൻ എങ്ങനെ വരിക എന്നറിയാം? വലിയൊരു മഞ്ചലിൽ കിടത്തിയിട്ട്, തൊട്ടിൽ കിടത്തിയിട്ട് 4 ആൾ എടുത്തിട്ട് പള്ളിക്ക് കൊണ്ടുവരും. ഇതിൽ പള്ളിൻ്റെ മുറ്റത്ത് നിർത്തും. ജമാഅത്തായിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. ഒരൊറ്റ കുട്ടി വീട്ടിൽ നിസ്കരിക്കില്ല. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം, ജിദ്ദ തോറ്റു. അവിടെ മുസ്ലിം കുട്ടികൾക്ക് വേറെ സ്കൂള്, അല്ല പെൺകുട്ടികൾക്ക് വേറെ സ്കൂള്, ആൺകുട്ടികൾക്ക് വേറെ സ്കൂളാണ്. 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ നിഖാബും ധരിച്ചിട്ടാണ് സ്കൂളിൽ പോവുക. LP സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഞെട്ടിപ്പോകുന്നുണ്ടാൽ. സൗദി ഗവൺമെൻറ്റിനും കൂടി അത്തരത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് സൗദി ഗവൺമെൻറ് വലിയ വലിയ ജയിലിൽ കിട്ടുന്ന പോലത്തെ മതിൽ കെട്ടിയിട്ടാണ് സ്കൂൾ നടത്തുന്നത്. കണ്ടിട്ടുണ്ടാവും, സൗദിയിലുള്ളവർക്കറിയാം അല്ലേ? അവിടെ ഒന്നുമില്ല, ഒരു മതിലുമില്ല. ആ ആണിൻ്റെ വഴി, പെണ്ണിൻ്റെ വഴി. ഇതാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ സ്ഥിതി. ഇരിക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഈ ചോദ്യപേപ്പർ വായിച്ച് അതിൽ മുസ്ലിം കുട്ടികൾ ഒരു 10 പേര്. അപ്പം ഞാൻ ആ OBC പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പം നെഹ്റുവിന് ഈ കൂട്ടർ എന്താ ചെയ്യേണ്ടത് മനസ്സിലാകുന്നില്ല. ഒരു പുതിയ ജാതി ഉണ്ടാക്കി നെഹ്റു, OBC, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, എന്നുവെച്ചാൽ മറ്റ് ചപ്പ് ചവർ പാർട്ടി എന്നർത്ഥം. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ സാഹിത്യത്തിൽ അർത്ഥം വെക്കണ്ട. ബാക്ക്വേർഡ് ചപ്പ് ചവർ. കടലിൽ മീൻ പിടിക്കാൻ പോയി, മീൻ പിടിക്കുന്നവൻ മുക്കുവൻ രാവിലെ കുറേ മീനുമായിട്ട് തോണി കടലടുത്ത്. മീൻ കച്ചവടക്കാർ കൊട്ടയും പൈസയായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പം മീൻ കച്ചവടക്കാർ
ചോദിച്ചു ഈ മീൻകാരനോട്, അങ്ങനെ എന്തെല്ലാം മീനാണോ ഉള്ളത്? പല ഐറ്റത്തിലുള്ള മീനുണ്ട്. അയക്കൂറുണ്ട്, അങ്ങനെ കിലോയ്ക്ക് വില 500 റുപ്യ. പിന്നെന്താ ഉള്ള ആവോലിയുണ്ട് 400 റുപ്യ. ആവോലിക്ക വില കൂടുതൽ അയക്കൂർക്ക. ആവോലിക്ക എഴുതുന്നത് നന്നായിട്ടറിയാം. എന്താണ് കുട്ടിക്ക് നിങ്ങൾ? പിന്നെന്താ ഉള്ള അയിലുണ്ട്, കിലോയ്ക്ക് 300 റുപ്യ. നല്ല ചാളമത്തി കിലോയ്ക്ക് 200 റുപ്യ. പിന്നെയുള്ള എന്താണ്? പിന്നെന്താ മുള്ളല ചെരു അല്ലേ, കിലോയ്ക്ക് 100 റുപ്യ. പിന്നെ ആ കാണുന്ന മീൻ ഏതാണെന്ന് ചോദിച്ചു. അത് അതർ ബാക്ക്വേർഡ് ഫിഷസ്, ചപ്പ് ചവറ മീൻ. അതിന് പ്രത്യേക പേരൊന്നുമില്ല. അതെങ്ങനെ വില? 100 റുപ്യക്ക് വാരി കൊടുക്കല്. നമ്പൂതിരി മീൻ കിലോയ്ക്ക് 500 റുപ്യ. നായരി മീൻ കിലോയ്ക്ക് 400 റുപ്യ. നമ്പ്യാരി മീൻ കിലോയ്ക്ക് 300 റുപ്യ. ഹരിജൻ മീൻ കിലോയ്ക്ക് 250 റുപ്യ. ഗിരിജൻ മീൻ കിലോയ്ക്ക് 200 റുപ്യ. പട്ടികജാതി മീൻ കിലോയ്ക്ക് 100 റുപ്യ. പട്ടികവർഗം മീൻ കിലോയ്ക്ക് 50 റുപ്യ. പിന്നെ കുറച്ച് മീനുണ്ട്, ആ മീന് വില 1 റുപ്യക്ക് ഭാരി കൊടുക്കൽ. OBC മീൻ. അതാരെന്നറിയോ? ഈ കാണുന്ന കോമ്. നെഹ്റു വന്ന് ഇവരെ OBC ആക്കി എന്തുകൊണ്ടെന്നറിയാം? 4% ഉള്ളൂ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. 4% സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ. ആ 4% ഈ OBC ലിസ്റ്റിലുള്ളത്. 150% ആയാലും ഇതേ പോക്ക് പോയാൽ ഈ ഉമ്മത്ത് OBC ആയിട്ട് തന്നെ തുടരും. കാരണം ഉമ്മത്തിന് ആഗ്രഹം ഈ OBC തുടരലാണ്. കാരണം അതിലാണ് ആനുകൂല്യങ്ങൾ മുഴുവനും ഉള്ളത്, ദുനിയാവിൻ്റെ ആനുകൂല്യങ്ങൾ. ഇന്ന് 30 കോടി മുസ്ലിമീങ്ങളുണ്ട് ഭൂലോകത്ത്, ഇന്ത്യ രാജ്യത്ത്. 20 എന്ന് പറയും ചില ആൾ, 25 എന്ന് പറയും ചില ആൾ. അത് 1974 15% എന്ന് കേട്ടിന്. അത് പോയിട്ട് 2004 കേട്ടിന് 15%. എന്നുവെച്ചാൽ ഒറ്റ മുസ്ലിം പെണ്ണും പറഞ്ഞില്ല അന്ന് ഇന്ത്യയിൽ. രസം വടക്കേ ഇന്ത്യയിൽ പോയാൽ പോത്തിൻ്റെ കുഞ്ഞുങ്ങളും മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. ഒരു വീട്ടിൽ ചെറിയ വീടാണ് വടക്കേന്ത്യ. നമ്മൾ ഈ മേവാത്തിലെ ഈ രാജസ്ഥാനിലുള്ള മേവാത്തിൽ പോയിട്ടുണ്ട്. നോഹ് മേവാത്തിൻ്റെ തലസ്ഥാനം. വലിയ കഥയാണ്. ചെറിയ കുടില് പോലത്തെ വീട്. വടക്കേന്ത്യയിലെ മുസ്ലിങ്ങളെ കഥ വല്ലാതെ കഥയാണ്. ഓരോ വീട്ടിലും ഉണ്ടാവും 10-15 കുഞ്ഞുങ്ങൾ, ചെറുത്. ഓരോ വീട്ടിലും ഉണ്ടാവും പോത്ത്, എരുമയും. ആനെ പോലത്തെ എരുമയും. ഞങ്ങൾ ജമാഅത്ത് പോയ പാല് കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുതരും, കറന്നിട്ട് ബക്കറ്റിലാണ് കൊണ്ടുതരാം പാല്. ഈ ഇയാളില്ലേ സഞ്ജയ് ഗാന്ധി, കേട്ടിട്ടുണ്ടോ? ആ, അയാള് നിർബന്ധ വന്ധ്യംകരണം ആക്കിയൊരു കാലഘട്ടം ഓർക്കുന്നുണ്ടോ? കംപ്ലീറ്റ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവൻ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്ധ്യംകരണം നടത്തി. ഒരു പ്രശ്നം ഒരു കേൾക്കുമല്ലേ, ചിലപ്പോൾ പിള്ളേർക്ക് അറിയുമെന്നറിയില്ല. നിർബന്ധ വന്ധ്യംകരണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അവരെങ്ങനെ അത് പലതീർത്തെന്നറിയാം. വടക്കേ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മേളത്തുകാർ 14-13 വയസ്സുള്ള ആമ്പിള്ളേരെ കെട്ടിച്ചു. 8 വയസ്സ് 9 വയസ്സുള്ള പെൺപിള്ളേരെയും കെട്ടിച്ചു, പെറ്റുകൂട്ടി. അതായത് ഒരു തലമുറയെ ഞരമ്പ് മുറിച്ചപ്പം തലമുറ അതിൽക്കും കൂടിയുള്ള മക്കളെ ഇവർ നോക്കി. അതുകൊണ്ടാണ് ചൈൽഡ് മാരേജ് ആക്ടിന് ഇത്രയും മാർക്കറ്റ് കിട്ടിയത്. നമുക്ക് തിരിയില്ല അത്. ഈ വടക്കേന്ത്യക്കാർക്ക് തെക്കേന്ത്യക്കാർക്ക് തിരിയില്ല അത്. ചൈൽഡ് മാരേജ് ആക്ട് കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? 18 21 പെണ്ണുകൾ കഴിഞ്ഞ ഇതാണ് കാരണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ OBC പറഞ്ഞത് കൊണ്ടാണ്, ആ 25% OBC പറഞ്ഞത് കൊണ്ടാണ് 25 കുട്ടികളിൽ ഒരു 10 കുട്ടികൾ ദീനുൽ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞ കുട്ടികൾ. ആ കുട്ടികൾ ആ രീതിയിൽ വീട്ടിൽ മാഖാലല്ല ഒമാഖാല റസൂലുള്ള പഠിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ പ്രമാണമായിട്ട് കാണുന്ന കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്. അവരെ പരിചയപ്പെടാനാണ് ഞാൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞത്. രാഷ്ട്രീയക്കാർ, ഇസ്ലാമിക് രാഷ്ട്രീയക്കാർ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയാറുണ്ട്. അതാണ് ഞാൻ ആ വാക്കധികം ഉപയോഗിക്കാറില്ല. അങ്ങനെ പൊളിറ്റിക്കൽ ജിഹാദുകാർ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയാറുണ്ട്.
അതുകൊണ്ട് അത് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാലും ഞാൻ പറയാം, 15 കുട്ടികൾ OBC കുട്ടികളാണ്. ഇവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ഇതിന് ഉത്തരം കണ്ടെത്തണം. ഈ 10 പിള്ളേർക്ക് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അവർ പഠിച്ചതുണ്ട്, 15 പിള്ളേർക്ക് അവർ പഠിച്ചതുമുണ്ട്. ഈ 10 പിള്ളേർ എഴുതി, ആൻസർ എഴുതി. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. മറ്റൊരു വാക്കി وَنُقِرُّ فِي الْأَرْحَامِ مَا نَشَاءُ إِلَى أَجَلٍ مُّسَمًّى. അത് കഴിഞ്ഞിട്ട് ثُمَّ نُخْرِجُكُمْ طِفْلًا. ആ 10 പിള്ളേർ എഴുതിയ ഉത്തരം അതായിരുന്നു. പഠിച്ചത് ഇതല്ല പറഞ്ഞിരിക്കണത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നിർമ്മിച്ചത് ഞാനാണ്. ഒരു കെട്ടിയാണ് വാക്കിൻ്റെ. തീർച്ചയായും മനുഷ്യനെ നിർമ്മിച്ചത് ഞാനാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന്. മണ്ണിൻ്റെ പല മിശ്രിതങ്ങളും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് കിട്ടിയ സത്ത, ആ സത്തയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത് എന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അഅലം. എവിടെ നിന്നെല്ലാം മണ്ണെടുത്തത്, എത്ര ഐറ്റം മണ്ണെടുത്തിട്ടുണ്ടെന്നൊന്നും അറിയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ വിവരമുള്ളവർ പറയുന്നത് ചുരുങ്ങിയത് 70 സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മണ്ണ് ശേഖരിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ടത് മിക്സ് ചെയ്തു. മിസാജുഹു മിൻ തസ്നീം, തസ്നീം എന്ന പുഴയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചത് എന്ന്. അതിനെ മാവ് പരുവത്തിലാക്കി, ഹമഉമ്മസ്നൂൻ അല്ലേ, അതിനെ ഹമഉമ്മസ്നൂനാക്കി. എന്നിട്ടാണ് ഒരു രൂപം നിർമ്മിക്കുന്നത് അല്ലാഹു തആല. അല്ലാഹു അഅലം, അല്ലാഹുക്ക് കൂടുതൽ അറിയാം. അങ്ങനെയാണ് ഞാൻ മനുഷ്യനെ നിർമ്മിച്ചത്. ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ. ആ മനുഷ്യനെ, അതായത് മണ്ണിൻ്റെ സത്തയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത മനുഷ്യനിൽ നാം ബീജത്തെ നിർമ്മിക്കുകയുണ്ടായി. ആ ബീജത്തെ അണ്ഡവുമായി ബന്ധിപ്പിക്കാൻ ഏർപ്പാടുണ്ടാക്കി. ബീജം പുരുഷനാണ്, അണ്ഡം സ്ത്രീക്കാണ്. ബീജോൽപാദക ഗ്രന്ഥി എന്നാണ് പറയുക. മറ്റേത് അണ്ഡോൽപാദന ഗ്രന്ഥി. പെണ്ണിൻ്റെ അണ്ഡാശയത്തിൽ നിന്ന് ഒറ്റൊരണ്ഡം, അത് 1-ാം തീയതി അവിടെ നിന്ന് പുറപ്പെടും. ഉദാഹരണത്തിനാണ് 1-ാം തീയതി. അത് ഏതാണ്ട് ഒരു 12-ാം തീയതി, 13-ാം തീയതി, 14, 15 ഇങ്ങനെ ഇത്രയും തീയതി ആവുമ്പോഴേക്ക് ഒരു നിശ്ചിത സ്ഥാനത്തെത്തും. ആ സമയത്ത് പുരുഷൻ്റെ ബീജം അണ്ഡവുമായി ബന്ധിപ്പിക്കാൻ പറ്റിയ അവസരം അതാണ്. അതിന് മുമ്പും നടക്കൂല, കാരണം മുപ്പത്തി ഇവിടെ എത്തിയിട്ടില്ല. ശേഷം മൂപ്പര് കടന്നുപോയി. അങ്ങനെ ബീജവും അണ്ഡവും തമ്മിൽ വഴിയിൽ കണ്ടുമുട്ടും. ലക്ഷക്കണക്കിന് ബീജങ്ങൾ, അതിൽ 1-2 ബീജം ആ അണ്ഡത്തിൽ പ്രവേശിക്കും. മിക്കവാറും ഒറ്റൊരു ബീജം, ബാക്കിയുള്ളത് മുഴുവനും ചത്തുപോകും. അല്ലെങ്കിൽ 2 ബീജം, അപ്പോൾ ഇരട്ടക്കുട്ടികൾ. പ്രവേശിക്കലോടുകൂടി അണ്ഡത്തിൻ്റെ കവാടം അടക്കും. അത് പിന്നെ ഗർഭാശയത്തിലേക്ക് യാത്ര തിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഗർഭാശയത്തിലെത്തിയപ്പോഴേക്കും നാം മെൻസസ് ഓഫ് ചെയ്തു. എന്താ കാര്യം? മെൻസസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ബീജത്തെ സ്വീകരിക്കാത്ത അണ്ഡം കാലിയായിട്ട് ഗർഭാശയത്തിലെത്തിയാൽ
ഒരു 3-4 ദിവസം കൊണ്ടത് അതിൽ നിന്ന് പഴുത്ത് ചീഞ്ഞ് ഷവറാവും. അവൻ ഗർഭാശയത്തിൽ അതൊരു കച്ചറിയായിട്ട് കിടക്കും. അതിനെ പുറന്തള്ളാനുള്ളതാണ് മെൻസസ്, ഹൈൽ. അല്ലാഹു അക്ബർ, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖ്. ഇപ്പം ഗർഭാശയം ക്ലിയറായി. ഒരു 6-7 ദിവസം കണ്ടിന്യൂ രക്തം ഇങ്ങനെ പോവും, ഗർഭാശയം ക്ലിയർ. ഇനി പുതിയ ആളെയും സ്വീകരിക്കാൻ പുതിയ അണ്ഡം വരവായി. അതിനെപ്പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ആ ബീജത്തെയും അണ്ഡത്തെയും സംയോജിപ്പിച്ച് ഗർഭാശയത്തിൽ നാം അതിനെ അണ്ഡമാക്കി ഭ്രൂണമാക്കി രൂപപ്പെടുത്തിയെടുത്തു. അലക്കത്തിനാണ് ഭ്രൂണം എന്ന് പറയുന്നത്. ഒരു 10-40 ദിവസം കഴിയുമ്പോഴേക്ക് ആ ഭ്രൂണം മാംസപിണ്ഡമായി നാം രൂപപ്പെടുത്തി. അങ്ങനെ പറയുന്നല്ല, രൂപപ്പെട്ടു എന്ന് പറയാൻ പാടില്ല, പെടുത്തി. ഖലക്കിന, അതെല്ലാം ഖലക്കിന എന്നുള്ള വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വെറുതെ നമ്മൾ ബില്ലാളാകാൻ വേണ്ടിയിട്ട് രൂപപ്പെട്ടു, അങ്ങനെയല്ല, രൂപപ്പെടുത്തി. ആര്? അല്ലാഹ്. ഫഖലഖിനൽ മുദ്ഗത ഇളാമ, വീണ്ടും ഒരു 10-40 ദിവസം കഴിയുമ്പോഴേക്ക് അതിനെ അസ്ഥികൂടങ്ങളാക്കി രൂപപ്പെടുത്തി. ഫകസൗനൽ ഇളാമ ലഹ്മ, വീണ്ടും ഒരു 40 ദിവസമാകുമ്പോഴേക്ക് ആ എല്ലിൻ കൂട്ടങ്ങളെ മാംസപേശികളെ കൊണ്ട് നാം പൊതിഞ്ഞു. അല്ലേ? എല്ല് പുറത്ത് ഇറച്ചി അകത്തുവാണോ? എല്ലിൻ്റെ പുറത്തല്ലേ ഇറച്ചി? എടുത്ത് നോക്കിയതാ, എൻ്റെ എല്ല് അതിനെ കവർ ചെയ്ത് ഇറച്ചി, അതിനെ കവർ ചെയ്ത് തൊലി, അല്ലേ? ഓരോന്നെടുത്ത് നോക്കി. 4 മാസമാകുമ്പോഴേക്ക് ഒരു മനുഷ്യരൂപം നാം ഗർഭാശയത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് അള്ളാഹു തന്നെ പറയാണ്, നിർമ്മിക്കാൻ യോഗ്യൻ അള്ളാഹു തന്നെയാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, പിന്നെയോ 4 മാസം കഴിഞ്ഞിട്ടോ, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ ജലിം മുസമ്മാ. വനുഖിറു ഫിൽ അർഹാം, ഗർഭാശയത്തിൽ നാം പാർപ്പിക്കുന്നു, മാ നശാ, നാം ഉദ്ദേശിച്ചതിനെ മാത്രം. അത് വലിയ കാര്യമുണ്ട്, അല്ലാത്തത് ഔട്ട്, അതിനാണ് അലസിപ്പോവുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനായി ഭൂമിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കാത്തതിനെ അല്ലാഹു ചാപ്പിള്ളയാക്കി കളയും. ഈ മാനശാവിൻ്റെ അർത്ഥമത, നാം ഉദ്ദേശിച്ചത്, നാം ഒരു മനുഷ്യനായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചവകളെ ഗർഭാശയത്തിൽ നാം താമസിപ്പിക്കും, അല്ലാത്തതിനെ 4-3 മാസമാകുമ്പോൾ നാം ഔട്ടാക്കി കളയും. എന്തിന്? അല്ലാഹു അഅലം. അല്ലാഹുവിന് അതിൽ കൃത്യമായ ഹിക്മത്തുണ്ട്. അങ്ങനെ ഒരു 6-7 മാസം നാം അവിടെ താമസിപ്പിക്കുകയാണ്, അതിനെ വളർത്തിയെടുക്കുകയാണ്. അങ്ങനെ നിശ്ചയിച്ച സമയം തീരുമ്പോൾ സുമ്മ നുഖ്രിജുക്കും തിഫ്ലാ, നമ്മളിത് കണ്ടാലോ പറഞ്ഞ മാതിരി ഗർഭം തുടങ്ങിയ ദിവസം തുടങ്ങും ആശുപത്രി കയറി ഇറങ്ങാൻ. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യം. എന്നിട്ട് ലാസ്റ്റ് കീറിയിട്ടൊന്നും എടുക്കാൻ നിങ്ങൾ മെനക്കലുണ്ട്. സുമ്മ നുഖ്രിജുക്കും തിഫ്ലാ, ഒരു കുഞ്ഞായിട്ട് നാമാണ് ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് തിരക്ക്, ധൃതി. ഡോക്ടർ ദിവസം പറഞ്ഞു വന്നിട്ടുണ്ട്, ആ ദിവസം പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കീറിയിട്ടെടുക്കലായി. അനുഭവിച്ചേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. ഈ കുട്ടി എഴുതിയത് ഇതാണ്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ കുട്ടി എഴുതിയത് ഇത്രയും കാര്യങ്ങളാണ്. എത്ര മാർക്ക് കിട്ടും? കൂട്ടത്തിൽ സാറന്മാരുണ്ടാ, BA-ക്കാർ, BEdകാരൊക്കെ? നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ കുട്ടിക്ക്? ഇന്ത്യൻ അല്ലെങ്കിൽ കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് 0 മാർക്ക് കിട്ടും, അല്ലേ? ഈ കുട്ടിക്ക് 0 മാർക്ക് കിട്ടിയത് ഇൽമ എഴുതിയിട്ടാണോ ജഹൽ എഴുതിയിട്ടാണോ? ഉറപ്പല്ലേ? അതാണ് ഇന്നത്തെ ദുനിയാവ്. ഈ കുട്ടി ജഹൽ എഴുതിയത് കൊണ്ടാണ്, ഇൽമ എഴുതിയത് കൊണ്ടാണ് 0 മാർക്കായത്, അല്ലേ? എത്ര ലക്ഷം ചിലവാക്കുക? 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എത്ര ലക്ഷം ചിലവാകും? എത്ര കോടി ചിലവാകും? ലക്ഷം പോയി, ഇപ്പം കോടിയാ. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എത്ര കോടി ചിലവാകും? എന്തിനെന്നറിയോ? ജഹല് പഠിക്കാൻ. ഇനി ജഹീലിൻ്റെ കാര്യത്തിൽ ബാക്കി 15 പിള്ളേർ, ആ പിള്ളേർ എഴുതി, ആ 15 പിള്ളേർ എഴുതി,
ബിഗ് ബാങ് കേട്ടിട്ടുണ്ടോ? ആ ഭയങ്കരമായ സ്ഫോടനം, ഭയങ്കരമായ പൊട്ടിത്തെറി. ആ സ്ഫോടനത്തിൽ ഭൂമി ഉണ്ടായി. ഉണ്ടാക്കിയതല്ല, ഉണ്ടായി. ആദ്യം ഉള്ളും പുറവും ഉരുകുകയായിരുന്നു ഭൂമിയുടെ. കുറേ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞപ്പോൾ പുറം ഭാഗം തണുത്തു. ആ ഭൂമിയിൽ തണുപ്പിനെ പരിഗണിച്ചുകൊണ്ട് ഒരേകകോശ ജീവി ഉണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ദ്വൈകോശമായി. രണ്ടും കൂടി ചേർന്നപ്പോൾ 4 കാലും 1 വാലും ഉള്ളൊരു മൃഗം നിർമ്മിക്കപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോൾ കക്ഷി വാലും പൊക്കി 2 കാലിന് നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാല് കാണാനില്ല, 2 കാലിന് നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പോലായി. ഉപ്പാപ്പാന്റെ പേര് ചിമ്പാൻസി, വല്യുപ്പാന്റെ പേര് ദിനോസർ. എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് കിട്ടും. ഇൽമ ചെയ്തുകൊണ്ടാണോ ജഹ്ൽ ചെയ്തുകൊണ്ടാണോ? ഇപ്പൊ ഏതാണ്ട് ജഹ്ലും ഇൽമും മനസ്സിലായല്ലോ. നാം ആദ്യം പറഞ്ഞത് ഇൽമാണ്, മാക്കാലല്ല, വഹീന്റെ ഇൽമാണ് ആദ്യം കൊട്ടിയത്. ആ 10 കുട്ടികൾ എഴുതിയത് വഹീന്റെ ഇൽമാണ്. ഖിയാമത്ത് നാൾ വരെ അത് മാറുന്ന പ്രശ്നമില്ല. ഏത് മെഡിക്കൽ കോളേജിലും മ്യൂസിയത്തിൽ പോയാലും അള്ളാഹു പറഞ്ഞ ഈ അസ്ബാബുകൾ കാണാം, അല്ലേ? ബീജം മുതൽ നുത്തുഫത്ത് മുതൽ അങ്ങോട്ട് 4 മാസം പ്രായമുള്ള കുട്ടികളെ ഏത് മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാലും ഭരണയിലിട്ട് വെച്ചിട്ട് കാണാം. അതേ അവസരത്തിൽ 15 മാർക്ക് കിട്ടിയ ആ സാധനം ഇന്ന് ലോകത്ത് നിലവിലില്ല. ചിമ്പാൻസി ഇന്ന് ലോകത്ത് നിലവിലില്ല. ദിനോസർ ഇന്ന് ലോകത്ത് നിലവിലില്ല. ഈ രീതിയിൽ വേണം നാം ഇൽമിനെയും ജഹിലിനെയും വേർതിരിക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചിന്തിക്കാം. ചിന്ത എന്ന് പറഞ്ഞത് ആയിരിക്കും എല്ലാവർക്കും കൊടുത്താണ്. കൗനിയായ ഇൽമിന് ചിന്ത ആവശ്യമാണ്. ആ ഇൽമ് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഡാർവിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല. അയാൾക്ക് കിട്ടിയ അസ്ബാബുകളെ വെച്ചുകൊണ്ട് അയാളൊരു ഇൽമുണ്ടാക്കിയെടുത്തു. അതിന് നാം ജഹിൽ എന്ന് പറയും. കാരണം അടിസ്ഥാനപരമായി വഹീന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നാം അതിന് ജഹിൽ എന്നാ പറയാം. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും സയൻസിൻ്റെ ഇൽമ എന്ന് പറഞ്ഞാൽ ജഹിലിൻ്റെ ഇൽമാണ്. സയൻസ് ജഹിലാണ്. കാരണം വഹീന്റെ ഇൽമുമായിട്ട് അതിന് ബന്ധമില്ല. ഒരു ഇൽമും ഇല്ലാത്തോ എനിക്ക് എന്താ പറയാ? സഫീഹ് എന്നാ പറയാ. ഖുർആൻ തന്നെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആലിമുമല്ല ജാഹിലുമല്ല, സഫീഹ. മനസ്സിലായില്ലേ? ഒന്നിക്ക് ആലിമായ അല്ലെങ്കിൽ ജാഹിലായ. ആലിമായ വഹീന്റെ ഇൽമു പഠിച്ചവനായി, ജാഹിലോ സയൻസിന്റെ ഇൽമു പഠിച്ചവനായി. അതുകൊണ്ട് സയൻസിന്റെ ഇൽമു പഠിച്ച എത്ര വലിയ സാറായാലും അവൻ ആലിമെന്ന് പറയാൻ എന്താണ് വകുപ്പ്? അവൻ ജാഹില. വഹീന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഇൽമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജാഹിലാണ്. നിങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല ചിലപ്പോൾ. കാരണം നിങ്ങൾ BEdും M.Edും മറ്റേ എഡെല്ലാം പഠിച്ചിട്ട് വലിയ പാസ്സായിട്ട് വലിയ സാറുമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് അത് അംഗീകരിച്ചു തരാൻ തയ്യാറാവില്ല. അത് മുസ്ലിയാക്കന്മാർ നമ്മളോടുള്ള അസൂയ കൊണ്ട് പറയുന്നത് നിങ്ങൾ പറയുള്ളൂ. പറഞ്ഞോ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും, ആകാശലോകത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും അവരുടെ അസ്തിത്വം ഇസ്ലാമാണ്. സൂര്യൻ മുസ്ലിമാണ്, വഹീന്തിൽമാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹ് പഠിച്ച സൂര്യൻ അള്ളയാണ് പറയേണ്ടത് ആരാണ്? ഭൂമി മുസ്ലിമാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വന്നുജൂം, നക്ഷത്രങ്ങളും സുജൂദിലാണ്. യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു, ചന്ദ്രനും സുജൂദിലാണ്. വന്നുജൂമു, നക്ഷത്രങ്ങളും സുജൂദിലാണ്. ആകാശം കഴിഞ്ഞിട്ട് ഇനി 4 തേരെ താലോട്ട് വന്നു. വൽ ജിബാൽ, പർവ്വതങ്ങളും മുസ്ലിമാണ്. അള്ളാഹ് പറയും പോലെ കേൾക്കുള്ളൂ. അത് വയനാടിലായാലും ശരി, ചണ്ഡീഗഡിലായാലും ശരി, ഈ തുർക്കിയിലായാലും ശരി, എവിടെയായാലും ശരി, പർവ്വതം അള്ളാഹ് പറയും പോലെ കേൾക്കുള്ളൂ. ആരും വന്നിടത്ത് നിൽക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് ദേഷ്യം പിടിച്ചാൽ പർവ്വതങ്ങളെയാണ് ഉപയോഗിക്കുക എന്നത് വളരെ കൃത്യമായ വാക്കാണ്. ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ ആദ്യം ഉണരേണ്ടത് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ്. അവരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്, ശാസ്ത്രജ്ഞന്മാരല്ല. നമുക്ക് കിട്ടിയ രേഖ അനുസരിച്ച് ശാസ്ത്രജ്ഞന്മാരല്ല ഇതിന് പരിഹാരം. ശാസ്ത്രത്തിനെ കുറ്റം വന്നിട്ടോ സാങ്കേതിക വിദ്യയെ കുറ്റം വന്നിട്ടോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ കുറ്റം വന്നിട്ടോ കാര്യമില്ല. അസ്ബാബുകളെ കൈകാര്യം ചെയ്യുന്ന വെറും തൊഴിലാളികൾ മാത്രമാണ് ഈ പറയുന്നവരൊക്കെ. ശാസ്ത്രജ്ഞന്മാരായാലും ഭരണകൂടമായാലും അവരും ഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. എന്താണ് അവരുടെ ജോലി? അള്ളാഹു നിർമ്മിച്ചു വെച്ച അസ്ബാബുകളെ സംയോജിപ്പിച്ച് സമൂഹത്തിന് ഉപകാരമുള്ളതാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായിട്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് ഭരണകൂടം അങ്ങനെ ചെയ്തു, മറ്റവരിങ്ങനെ ചെയ്തു, ശാസ്ത്രജ്ഞന്മാർ നേരത്തെ പറയേണ്ടതില്ല. ഇവിടെ ഉലമാക്കളാണ് ഉണരേണ്ടത്. ഉലമാക്കളെ കയ്യിലാണ് ഇതിന്റെ രേഖയുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എനിക്ക് ചില വിഷയത്തിൽ അടിമകളോട് കടുകടുത്ത ദേഷ്യമുണ്ട്, ആ ദേഷ്യം ഞാൻ തീർക്കും. ഉണർന്നിട്ടില്ലെങ്കിൽ ആ ദേഷ്യം ഞാൻ തീർത്തിരിക്കും. അല്ലാഹു തആല പറഞ്ഞത് തകാദുസ്സമാവാതു യതഫത്തർന മിൻ, ആകാശം പൊട്ടിപ്പൊളിയാൻ പോകുകയാണ്. വതൻഷഖുൽ അർദ്, ഭൂമി ഇതാ വിണ്ട് കീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകിടുപൊടിയാകാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ശാസ്ത്രജ്ഞന്മാർ മതിൽ കെട്ടാത്തതുകൊണ്ടാ? ഗവൺമെന്റ് ബാരിക്കേഡ് കെട്ടാത്തതുകൊണ്ടാ? അല്ല. റഹ്മാനി വലദ, അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് ഒരു കൂട്ടക്കാർ വാദിക്കുന്നുണ്ട്. ആ വാദം നിർത്തുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടൂല പറഞ്ഞിട്ടില്ല അല്ലാഹു തആല. എന്താണ് ഈ ആയത്തിന് നിർക്കുന്നതിന് അർത്ഥം വെക്കേണ്ടത്? ഇത് ചാമോത്തോതാനുള്ളതല്ലല്ലോ. എന്താണ് നീ നിർക്കുന്ന അർത്ഥം വെക്കേണ്ടത്? ഞാൻ ചോദിക്കുന്ന അല്ലാഹു തആല ജൂതനസറാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ജൂതൻ വഖാലത്തിൽ യഹൂദു ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ അള്ളാന്റെ മകനാണ്, പുത്രനാണ് എന്ന് ജൂതൻ. വഖാലത്തിൻ നസാറ അൽ മസീഹ് ബിനുല്ലാഹ്, മസീഹ് ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിന്റെ മകനാണ് എന്ന്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു അൻദഉ ലിർറഹ്മാനി വലദ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അള്ളാഹുവിന് ഒരു കുട്ടിയെ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഖുർആൻ അർത്ഥം അല്ലെങ്കിൽ വേറെ അർത്ഥം ഉണ്ടെങ്കിൽ പറഞ്ഞതാ. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അല്ലാഹു തആലക്ക് ഒരു പുത്രൻ ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവുമില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിട്ടും അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന വിഭാഗം ഞാൻ അവരെ വിടൂല. ഞാൻ ഈ ഭൂമിയെ തകിടുപൊടിയാക്കി അവരെ ഞാൻ ഭസ്മമാക്കി കളയും. അല്ലേ? എങ്കിൽ അതിനോട് നാം ചേർത്ത് വായിക്കേണ്ടത് എന്താണ്? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം വഹിയില്ല, വഹി മുറിഞ്ഞു. ഇനിയൊരു നബിയില്ല, ഇനിയൊരു റസൂലില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഭൂമിയെയും ഭൂമിയുടെ വസ്തുതകളെയും ഭൂമിൻ്റെ ഹാലാത്തുകളെയും മറ്റുള്ള എല്ലാത്തിൻ്റെയും അഹ്വാലുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വെച്ചുകൊണ്ടാണ്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ഏതാണ്ട് 98% മുസ്ലിമീങ്ങളും അള്ളാഹുവിനെ വെറുപ്പിച്ചിരിക്കുകയാണ്, നസാറാക്കളെക്കാൾ, ജൂതന്മാരെക്കാൾ. നസാറ ജൂതന്മാർ അള്ളാഹ്ക്ക് മകനുണ്ടെന്നാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ മുസ്ലിം എന്ന് പറയുന്ന ഈ വിഭാഗം പറഞ്ഞത് അള്ളാഹ്ക്ക് പകരക്കാരുണ്ട് എന്നാണ്. എന്താണ് ഇതിനർത്ഥം വെക്കേണ്ടത്? ജൂതനസാറാക്കൾ മാത്രമേ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ, മുസ്ലിമീങ്ങൾ ക്ലിയർ ആണ് എന്ന് അല്ലാതെ അർത്ഥം വെക്കേണ്ടത്? അടുത്ത കാലത്തായി വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഹിന്ദുക്കൾ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ ചരിത്രമില്ല. ഏതാണ്ട് 9000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക്. ഈ കാലഘട്ടത്തിനിടയിൽ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ ചരിത്രമുണ്ടായിട്ടില്ല ഹിന്ദു സമൂഹം. അതേസമയത്ത് ഫാസിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹുവിനെ പരസ്യമായി ചീത്ത പറയുന്ന ഹിന്ദുക്കളെ ഉണ്ടാക്കിയവർ, ഫാസിസ്റ്റുകളെ. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ശരിയല്ല. ഉത്തർപ്രദേശിൽ ഒരു സ്ഥാനാർത്ഥി പ്രസംഗിച്ചു, അള്ളയും രാമനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മത്സരം, ഇവിടെ രാമനാണ് ജയിക്കേണ്ടത്, അള്ള പരാജയപ്പെടണം.
ഒരു MP സ്ഥാനാർത്ഥി പ്രസംഗിച്ചതാണ് ഉത്തർപ്രദേശിൽ. ഇത് ഇന്ത്യക്ക് പുതിയൊരു ഇതാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനൊരു ശീലമില്ല. ദ്രാവിഡ സമൂഹത്തിൽ നിന്നോ ആര്യ സമൂഹത്തിൽ നിന്നോ അള്ളാഹുവിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞതായിട്ടില്ല. അള്ളാഹുവിനെ ആദരവുള്ള ദൈവമായി കാണുകയും ആ ദൈവത്തെ പ്രാപിക്കാൻ മറ്റ് ബിംബങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം. രണ്ടാമതായി, മുഹമ്മദ് ഈ ഉമ്മത്തിൽ ഇത്ര കടുപ്പപ്പെട്ട രീതിയിൽ അള്ളാഹ്ക്ക് പകരക്കാരുണ്ട് എന്ന വാദം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട 4 ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മധ്യനൂറ്റാണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഉലമാക്കൾക്കൊന്നും അത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ മുഹദ്ദിസുകൾ, അറിയപ്പെട്ട 6 ഹദീസിന്റെ പണ്ഡിതന്മാരെ കാലഘട്ടത്തിലും ഇന്നത്തെ രീതിയിൽ മുസ്ലിം ഉമ്മ അള്ളാഹ്ക്ക് പകരക്കാരെ നിശ്ചയിച്ചിട്ട് വിപ്ലവം, നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ഏറ്റവും വലിയ വിപ്ലവം എന്താണ്? ഖൽഖുൽ ഖുർആനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ഏറ്റവും വലിയ ചർച്ച ഖൽഖുൽ ഖുർആൻ. ഖുർആൻ സൃഷ്ടിയാണോ അതോ സൃഷ്ടാവിന്റെ സിഫത്താണോ? ഈ വാദമാണെന്ന്. അതിനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ പോകേണ്ടി വന്നത്. ഖൽഖല്ല, ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്നത്തെ ഭരണകൂടം, മുസ്ലിം ഭരണകൂടം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിൽ കിടത്തിയത്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആ രീതിയിലുള്ള ഗൗരവമേറിയ ചർച്ചയെ അന്നുണ്ടായിട്ടുള്ളൂ. ഈ രീതിക്ക് ജാറങ്ങൾ തങ്ങൾ, മുദബ്ബിർ, അതേപോലെ തന്നെ പകരക്കാർ, തവസ്സുല്, ഇസ്തിഗാസ എന്നിത്യാദി കാര്യങ്ങൾ സാധാരണക്കാർക്കിടയിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അന്ന് ഇമാമികൾ വിടൂല. അന്ന് ഇമാമികൾ ചർച്ച ചെയ്ത വിഷയമാണ് നമ്മൾ ഈ കാണുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ജയിലിലേക്ക് പോകേണ്ടി വന്നത്, ഡമസ്കസിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? 2 ഹദീസിനെ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. ഒന്നാമത്തെ ഹദീസ്, ലാ തുശദ്ദു ജിഹാലു ഇല്ലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്ക് മാത്രമേ തീർത്ഥയാത്ര പറ്റുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. അതുകൊണ്ട് ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകുന്നത് ദീനുൽ ഇസ്ലാമിനെതിരാണ്. ജാറങ്ങളെ വെച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ആത്മീയവൽക്കരിച്ച് രാഷ്ട്രീയം ഉണ്ടാക്കുകയായിരുന്നു അന്നത്തെ ഭരണകൂടം, ഡമസ്കസ് ഷീഈ ഭരണകൂടം. ആ ഭരണകൂടത്തിന് ജാറത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാമിനെ ജയിലടച്ചത്. രണ്ടാമത്തെ വിഷയം, 100 തലാഖ് ചൊല്ലിയാലും ഒറ്റ തലാഖായിട്ടേ പരിഗണിക്കാം. പിന്നെ ഈ മുത്തലാഖ് ഇപ്പം കിട്ടിയത്, മുത്തലാഖ് എന്താ? മുത്തലാഖ് നരേന്ദ്രമോദി വിചാരിച്ച് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്തോ വിശക്കായി പോലത്തെ എന്തോ കായാണെന്ന്. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവരുടെ ഈ കുട്ടിയൊക്കെ ബാറ്റ് നോക്കളയാ ബെയ്തുമാരെടുത്തു പോകും, ബെയ്തെടുത്തു പോകും. കുട്ടിയൊക്കെ ബാറ്റ് നോക്കളയാ ബെയ്തെടുത്തു പോകും. ബൈദർ ഉമ്മമ്മയെ കൂട്ടിയിട്ട് പോവുക കൈ പിടിച്ചിട്ട്. ഉമ്മമ്മ പറയും ബൈദരോട്, ബൈദരെന്നല്ല പറയും, എന്താ പറയുക, എന്താ ഇത് വാക്കുണ്ടല്ല, ബൈസറയെന്ന എന്താ പറയുക, എന്താ കുട്ടിക്ക് ബൈദരി ചോദിച്ചു. എന്ത് പറയാനാ ബൈസറെന്ന് പറയാ. അസർ കൊടുത്തേരം തുടങ്ങിയതാ വയറ്റെന്ന് പോവാൻ. ഏതാണ്ടൊക്കെ തിരിഞ്ഞ മാതിരി ഉണ്ട്. എന്നുവെച്ചാൽ അസർവാൻ കൊടുത്തേരം തുടങ്ങിയതാണ്. വൈദ്യരെന്താ മനസ്സിലാക്കി? വൈദ്യര് പറഞ്ഞ് ഈ അസറെല്ലാം തിന്നാൻ കൊടുക്കുന്ന എന്തിനാ? ആവശ്യമില്ലാണ്ട്, ആവശ്യമുള്ളത് കൊടുത്താൽ പോലെ. ഈ ആവശ്യമില്ലാത്തത് തിന്നാൻ കൊടുത്തിട്ടല്ലേ വയറ്റുന്നു പോകുന്നത്. അസർ എന്ന് പറഞ്ഞാൽ എന്തോ കഞ്ഞരക്കായ് പോലത്തെ ഒരു കായാന്ന് ആര് വിചാരിച്ച? വൈദ്യര് വിചാരിച്ച. ഇതേപോലെ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണുങ്ങളെ വയറുവേനെടുക്കുന്ന ഒരു കായാന്ന നരേന്ദ്രമോദി വിചാരിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്ന മുത്തലാഖ് ബില്ല്. ഇത്രയും വലിയ വിഡ്ഢിത്തം ലോകത്ത് വരാരെങ്കിലും ചെയ്യാനുണ്ടോ? മുത്തലാഖ് മറ്റൊരു ബില്ല് കൊണ്ടുവരെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള അന്തസ്സുള്ള ഒരു രാജ്യത്ത്, ഇന്ത്യ പോലെ വ്യത്യസ്ത മതക്കാർ ജീവിക്കുന്ന രാജകീയ രാജ്യത്ത് അത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ എന്താ? ഇപ്പൊ അതാ വേറെ ഒരു വിഡ്ഢിത്തം വേണ്ടി വന്നിരിക്കുന്നത്, വഖഫ് വിഡ്ഢിത്തം. കൂട്ടരെ 1 തലാഖ് ചൊല്ലിയ 3 മാസം എത്തിയ മുത്തലാഖായില്ലേ? നരേന്ദ്രമോദിന്റെ ബില്ലനുസരിച്ച് 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് പറയും. അപ്പം ശിക്ഷ അങ്ങനെയാണെന്ന് ഞാൻ 1 ചൊല്ലിയിട്ടുള്ളൂ. 1 ചൊല്ലി 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് മുത്തലാഖായില്ലേ? 3 തലാഖായില്ലേ? അത് ഇറ്റക്ക് തിരിയില്ല. ഞാൻ പറഞ്ഞില്ല കാഞ്ഞിരക്കായ് പോലത്തെ എന്തോ ഒരു കായ്യ മുത്തലാഖെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഇത് മുത്തലാഖിന്റെ സംഭവം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. 3 മാസം കഴിഞ്ഞ് 3 പ്രാവശ്യം മെൻസസ് ഓഫ് ആയി കഴിഞ്ഞാൽ അവർ മുത്തലാഖിന്റെ സ്ഥാനത്തായി ഇനി വേറെ കല്യാണം കഴിച്ചോളൂ. അവർക്ക്
അതുകൊണ്ട് ഇപ്പോൾ മുത്തലാഖിൻ്റെ പേരിൽ ഒന്ന് മാത്രം ചൊല്ലിയാൽ എന്താ പ്രശ്നം? ഇന്ത്യയിലെ മുസ്ലിമുകളെല്ലാം കൂടി ഒറ്റ തലാഖല്ലേ നയിക്കുന്നു, ഒരു തലാഖ്. മൂന്നും വേണം, നടക്കൂല, ഞാൻ ഒന്ന് ചൊല്ലിയിരിക്കുന്നു, 3 മാസം കാത്തു നിന്നാൽ മതി എന്ന് ഭർത്താവ് പറഞ്ഞാൽ അതല്ലേ ബുദ്ധിമുട്ട്? കൂടുതൽ മുത്തലാഖിനേക്കാൾ ബുദ്ധിമുട്ട് അതല്ലേ? ഈ വിഡ്ഢികൾക്ക് വല്ലതും അറിയോ? കൂട്ടരെ ഏത് തലാക്കാ ബുദ്ധിമുട്ട്? റജയ്യായ തലാക്കാണോ ബൈനായ തലാക്കാണോ? റജയ്യായ തലാക്കല്ലേ ബുദ്ധിമുട്ട്. മുത്തലാഖ് ചൊല്ലിയാൽ അപ്പം തന്നെ പെണ്ണ് സ്വതന്ത്രമായില്ലേ? അതേസമയം മുത്തലാഖ് പറ്റില്ലെങ്കിൽ പിന്നെ റജയ്യായ തലാക്കാണ്. റജയ്യായ തലാക്കിന് എങ്ങനെയാലും 3 മാസം കഴിയാണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവ ഏതാ ബുദ്ധിമുട്ട്? ഇതാരാ പറഞ്ഞു കൊടുക്കുക? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പറയുന്ന വിഷയം അതാണ്. ഉലമാക്കൾ ഉണരണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണരണം. അതായത് പൂർവ്വകാലത്തെ അപേക്ഷിച്ച് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ ശിർക്കിന് പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദർബാർ കോപിഷ്ഠമാണ്. അള്ളാഹു ആ ദേഷ്യം തീർത്തിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ. 8 കൂട്ടം കാര്യങ്ങൾ, 11 കാര്യങ്ങളാണ് ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ മക്കള്, ഖുൽ ഇൻ കാന ആബാഉക്കും നിങ്ങളെ ബാപ്പ, വ അബ്നാഉക്കും നിങ്ങളെ മക്കള്, വ ഇഖ്വാനുക്കും നിങ്ങളെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും നിങ്ങളെ ഇണകൾ, വ അശീറത്തുക്കും നിങ്ങളെ കൂട്ടുകുടുംബാദികൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ച് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പൈസ, ബാങ്ക് ബാലൻസ്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ആരെങ്കിലും തീവെച്ച് കളയുമോ, ആരെങ്കിലും കലാപകാരികൾ തകിടുപൊടിയാക്കി കളയുമോ, വിപ്ലവക്കാരികൾ വന്നിട്ട് കൊള്ളയടിച്ച് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ. വേറെ ഡിക്ഷണറി ഒന്നും നോക്കണ്ടല്ല എത്തിനർത്ഥം വെക്കാൻ. വമസാക്കിന് തർലൗനഹ നിങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങൾ, വമസാക്കിൻ വീടുകൾ. എങ്ങനത്തെ വീട്? ചെറിയ വീടല്ല. തർലൗനഹ നിങ്ങളുടെ മനസ്സംതൃപ്തിയോടെ നിങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ നിങ്ങളുടെ കൊട്ടാരങ്ങൾ. ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ, ഈ 8 കൂട്ടം കാര്യങ്ങൾ സംരക്ഷിക്കലാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ, ഈ 8 കൂട്ടം കാര്യങ്ങളെ നശിപ്പിക്കുന്നവരെയാണ് നിങ്ങൾ ശത്രുക്കളായി കാണുന്നെങ്കിൽ, നിങ്ങൾ ഉപ്പാനെ കൊല്ലുന്നവർ, നിങ്ങൾ ആ മക്കളെ കൊല്ലുന്നവർ, നിങ്ങളെ ഭാര്യമാരെ കൊല്ലുന്നവർ, നിങ്ങളെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുന്നവർ, നിങ്ങളുടെ കച്ചവട സ്ഥാനങ്ങൾ കൊള്ളയടിക്കുന്നവർ, നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് കിട്ടാതെ നശിപ്പിച്ച് കളയുന്നവർ, ഇതാണ് നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നതെങ്കിൽ എന്തിനേക്കാൾ 3 കൂട്ടം കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അല്ലാഹുവിലുള്ള അജയ്യമായ ഈമാനിനേക്കാൾ. എന്താണ് അല്ലാഹുവിനേക്കാൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ദിക്റാക്കാൻ നടത്തുന്നുണ്ട് എന്നാ അല്ല. അല്ലാഹ് അവനാണ് റബ്ബും ഇലാഹും. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്താണോ നാം അംഗീകരിച്ചു കൊടുക്കേണ്ടത് അതിനേക്കാൾ, വറസൂലി അള്ളാന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ 2 കലിമക്ക് നിങ്ങൾ കൊടുത്ത ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നതിനേക്കാൾ അള്ളാന്റെ റസൂല്, അത് നിലവിൽ അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് രണ്ടും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, ഇത് 3നേക്കാൾ നിങ്ങൾക്ക് താല്പര്യം ആ 8 കൂട്ടം കാര്യങ്ങൾ. അത് സംരക്ഷിക്കുന്നവർ നിങ്ങളെ കൂട്ടുകാരും അത് തകർക്കുന്നവർ നിങ്ങളെ ശത്രുക്കളും. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഇല്ലാതാക്കുന്നവർ നിങ്ങൾക്ക് വിഷയമില്ല, അത് തകർക്കുന്നവരും നിങ്ങൾക്ക് വിഷയമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നവരും നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് വിഷയം ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളെ ഈ 8 കൂട്ടം കാര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായ ഏർപ്പാടാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ ഭരണകൂടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആ 8 കൂട്ടം നിലനിന്ന് കിട്ടും, അതിന് പോറൽ ഏൽക്കാൻ പാടില്ല. ബാക്കി 3 കാര്യം അതെന്തായാലും കുഴപ്പമില്ല. ഇതാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അള്ളാഹു പറഞ്ഞു ഫതറബ്ബസൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അള്ളാഹു. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൂറത്ത് തൗബയിലെ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ
ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, എൻ്റെ നടപടി നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ നടപടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയം നോക്കാനില്ല. പരിഹാരം നമ്മളാണ് കാണേണ്ടത്, മുസ്ലിമീങ്ങളാണ് കാണേണ്ടത്. ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളും ഭരണാധികാരികളും അല്ല. മുസ്ലിമീങ്ങളാണ് പരിഹാരം കാണേണ്ടത്. മുസ്ലിം തലപ്പത്തിരിക്കുന്ന മൗലാനമാരും ശൈഖുനമാരും പുരോഹിതന്മാരും അവരാണ് പരിഹാരം കാണുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതാണ്ട് 40,000-ഓളം ജാറങ്ങളെ കൊണ്ട് ഭൂമി കുലുഷിതമായിരിക്കുകയാണ്. അതിലെ 16,000 ജാറം ഇന്ത്യയിലാണ്, അതിൽ 6,000 ജാറം കേരളത്തിലാണ്. അള്ളാഹു കോപിഷ്ഠനാണ്. ഏത് സമയത്തും മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാകും. ഒരു ചെറിയ ന്യൂനപക്ഷം അള്ളാഹുവിൻ്റെ ആൾക്കാരായിട്ട് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു ചെറിയ ന്യൂനപക്ഷം ഈ ഭൂമിയിൽ അള്ളാഹിൻ്റെ ആൾക്കാരായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നേ തീർന്നേനെ എല്ലാ കഥയും. തീരും ഒരു ദിവസം, എല്ലാം ഒന്നിച്ച് തീരും ഒരു ദിവസം. അല്ലാഹ് എന്ന് വിളിക്കുന്ന അവസാനത്തെ മുസ്ലിം മരിച്ചു തീരുന്ന എന്നാണോ അതിൻ്റെ നേരെ പിറ്റേന്ന് ഈ ഭൂമിയുടെ ആയുസ് തീരും. ഇതല്ലേ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ അള്ളാഹ് ഇപ്പൊ ചിലയാക്കി ഖിയാമത്ത് നാളിന്റെ വരും. ഇല്ല കൂട്ടർ, ഇപ്പൊ അടുത്തൊന്നും ഖിയാമത്ത് നാൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ആരും പേടിക്കുകയും ചെയ്യണ്ട. ചില മുസ്ലിയാക്കന്മാരെ പ്രസംഗം ഖിയാമത്ത് നാൾ ഇതാ വന്നുപോയി ഇതാ വന്നുപോയി. ഇല്ല, അത്താമ്രുല്ലാഹ് ഫലാ തസ്തഅ്ജിലൂ. തിരക്കാക്കണ്ട. ഇന്നത്തെ ചുറ്റുപാട്, ഇന്ന് ദീനുൽ ഇസ്ലാം അതിൻ്റെ പ്രകാശ പൊലിമയിൽ ലോകത്ത് നിലനിൽക്കുകയാണ്. ഇന്ന് ദീനുൽ ഇസ്ലാം അതിൻ്റെ ഹൈ ലെവലിൽ നിന്ന് നിലനിൽക്കുകയാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ന് ദീൻ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം അതിൻ്റെ ടോപ്പ് ലെവലിലാണ് ഇന്ന് ഭൂലോകത്ത്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് എന്ത് ഈ അസരിയാക്കൾക്കും ഈ ഫൈസിയാക്കൾക്കും ഇവർക്കൊക്കെ അള്ളാഹു തആല തലച്ചോറ് കൊടുത്തിട്ടില്ലേ? എന്താണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? എന്താണ് പടിഞ്ഞാറിന്റെ അവസ്ഥ? വെറും ഒരു സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന്റെ ഒറ്റ കൊല്ലത്തെ കണക്കിൽ തന്നെ ഏതാണ്ട് 1,00,000-ലധികം പടിഞ്ഞാറൻ അക്കാഡമി വിദ്യാർത്ഥികൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? അതാണ് ഇത് ലോകത്തിന്റെ അവസ്ഥ. ലോകം ദീനുൽ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. ഇത് സഹിക്കാൻ പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയും റഷ്യൻ കമ്മ്യൂണിസവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സോഷ്യലിസവും പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസിസവും ഇവർ 4 പേരും കൂടി സഖ്യസേന ഉണ്ടാക്കി 4 മേശക്ക് ചുറ്റിയിരിക്കുന്ന വെറുതെ അല്ല. കെട്ടുകെട്ടുത്ത ശത്രുക്കളാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇവർ 4 അശത്താണ്. നിങ്ങളെ ചോദിക്കട്ടെ, ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ഒരമേരിക്കൻ പട്ടാളക്കാരൻ, ആ അമേരിക്കൻ പട്ടാളക്കാരൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം യേശു എന്ന് വിളിച്ചാൽ, ഒരു ക്രിസ്ത്യാനി പട്ടാളക്കാരൻ യേശു എന്ന് വിളിച്ചാൽ അവിടെ മരിച്ചു വീഴുന്ന മുസ്ലിമീങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയും. അതേ സന്ദർഭത്തിൽ ഒരു ജൂതൻ ഈസ എന്ന് കേട്ടാൽ മൽഊൻ, ശപിക്കപ്പെട്ടവൻ എന്ന് പറയും. ആ യേശുവിൻ്റെ ആൾക്കാരായ ക്രിസ്ത്യാനി പട്ടാളം ആ ജൂതനെ സഹായിച്ച് ഈസ എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നവനെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ ക്രമം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇന്ന് മതങ്ങൾ ലോകത്ത് നിലവിലില്ല. ഇന്ന് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി, അതെ പഴയ റോമൻ ക്രിസ്ത്യാനിറ്റി, റഷ്യൻ കമ്മ്യൂണിസം, പഴയ പേർഷ്യൻ മജൂസിസം, ഇന്ത്യൻ ഫാസിസം, പഴയ അറേബ്യൻ ഷിർക്ക് മുശ്രിക്കുകൾ, വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രായേലി ജൂതൻ, പഴയ കാലത്ത് ഖൈബറിലെ ജൂതൻ, അന്ന് 4 മതക്കാർ കൂടി 4 ചതുർമത സഖ്യമുണ്ടാക്കി നിബിധങ്ങൾക്കെതിരിൽ. ഇന്ന് ഈ 4 രാജ്യങ്ങൾ കൂടിയിട്ട് ചതുർമത സഖ്യമുണ്ടാക്കി ഇസ്ലാമിനെതിരിൽ. അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇവർക്കെല്ലാം അറിയാം ഇസ്ലാം ഭയങ്കരമായ ശക്തിയോടുകൂടി വളർന്നു വരികയാണ്. യുവതലമുറയിൽ ഇസ്ലാം വല്ലാതെ വേരൂന്നിയിരിക്കുകയാണ്. അവര് കാണുന്നുണ്ട് മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറ് ഉച്ചക്ക് ജുമാക്ക് പള്ളി കാണും, വൈകുന്നേരം ബാറിന്റെ വീട്ടിലും കാണും. കാറിന്റെ പിറകിൽ മാഷാ അല്ലാ സ്റ്റിക്കർ. ഉച്ചക്ക് അതേ കാറ് ജുമാക്ക് പള്ളിയിലുണ്ടായിരുന്നു, ജുമാക്ക് പോയത്. ഇശ കഴിച്ച് നോക്കുമ്പോൾ അതേ കാറ് ബാറിന്റെ മുമ്പിലും കാണുന്നു. ഇവിടെ പടിഞ്ഞാറുകാരൻ ചിന്തിക്കുന്നത് ഉച്ചക്ക് ജുമാഅത്ത് പള്ളിയിലും വൈകുന്നേരം ബാറിന്റെ മുമ്പിലും. ഒരു കാലഘട്ടത്തിൽ ബാറിന്റെ മുമ്പിൽ പോയ കാറുകളൊന്നും പള്ളിയിലുണ്ടായിരുന്നില്ല, പള്ളിയിലെ കാറുകളൊന്നും ബാറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല.
അന്ന് മുസ്ലിമീങ്ങളെ വേട്ടയാടാനാണ് ജേസീസ് ക്ലബും ലയൺസ് ക്ലബും അതേപോലെ തന്നെ റോട്ടറി ക്ലബ് ഉണ്ടായത്. ഇന്നതില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം മുസ്ലിമീങ്ങൾ മാറിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഞാൻ 1980-കളിൽ തിരുവനന്തപുരത്ത് പോയ ഒരുത്തനാണ്. 80-കൾ മുതൽ ഏതാണ്ട് 2005 വരെ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ വരും, ജോലി ചെയ്യും, പിന്നെ അവിടെ തന്നെ താമസാക്കും. 2 വിഭാഗമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ രീതിയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ഒന്ന് ലബ്ബമാർ. ലബ്ബമാരുടെ കയ്യിൽ മാത്രമാണ് ഇസ്ലാം. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും വൈകുന്നേരം ഒന്നിക്കൽ ലയൺസ് ക്ലബിലേക്ക് പോകും, അല്ലെങ്കിൽ റോട്ടറി ക്ലബിലേക്ക് പോകും. ചീട്ട് കളിക്കുക, കുടിക്കുക. അവരൊക്കെ 5-6 ശമ്പളം വാങ്ങുന്നവരായിരിക്കും. പള്ളികളിൽ ലബ്ബമാർ പാവപ്പെട്ട ആരെങ്കിലും ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ണൂർക്കാരൻ, താണയിലുള്ള ആള് കുട്ടിയാമ്മു സാഹിബ്, അദ്ദേഹം ചീഫ് എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഇന്ന് കാണുന്ന ഈ പാളയം പള്ളി ആ കോലത്തിലാക്കി എടുത്തത്. ഒരു അനഫി പള്ളിയായിരുന്നു, ഓലമേഞ്ഞ പള്ളിയായിരുന്നു അന്ന്. അന്ന് ഈ ചീഫ് എഞ്ചിനീയർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ടൗലും കെട്ടിയിട്ട് പോകുമ്പം ഉദ്യോഗസ്ഥന്മാർ പരിഹസിക്കുമായിരുന്നു. ഈ ലയൺസ് ക്ലബ്ബുകാരും റോട്ടറി ക്ലബ്ബുകാരും പരിഹസിക്കുമായിരുന്നു. എന്തോ സാറേ ഇത് ലബ്ബന്മാരുടെ ജോലി, നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ, നിങ്ങൾ ഈ ടൗലും കെട്ടിയിട്ട് പള്ളിയിലേക്ക് കയറിപ്പോയി ഞങ്ങൾക്ക് നാണക്കേടല്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷെ മലബാറുകാരനാണ് കുട്ടിയാമ്മു സാഹിബ്. മാഷാ അല്ലാഹ്, ദീനിൻ്റെ ഒരു ഗുണം കാണുമല്ലോ. ആ കുട്ടിയാമ്മു സാഹിബ് അവിടെ പരിശ്രമിച്ച് ആ പള്ളിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ പള്ളി പൊളിച്ചിട്ട് ഇന്ന് കാണുന്ന പോലത്തെ കുട്ടിയാമ്മു സാഹിബാണ് ആ പള്ളി ഉണ്ടാക്കിയത്. പാളയം പള്ളി ഒരു അനഫി പള്ളി, മഹല്ല് പള്ളിയാണ്. നല്ല സെക്രട്ടേറിയറ്റിൻ്റെ പള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കൊന്നുമല്ല. ഇപ്പോഴും മഹല്ല് പള്ളിയാണത്. പാളയം പള്ളി മഹല്ല് പള്ളിയാണ്, നല്ല സെക്രട്ടേറിയറ്റിൻ്റെ പള്ളിയൊന്നും അല്ല അത്. ഇന്ന് ആ പാളയം പള്ളി അടക്കമുള്ള തിരുവനന്തപുരത്തെ മെയിൻ പള്ളികളിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ചുരുങ്ങിയൊരു കമ്മിറ്റി മെമ്പറെങ്കിലും ആവാൻ പഴയ ഉദ്യോഗസ്ഥന്മാർ ലക്ഷങ്ങളാണ് പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുന്നത് സംഭാവന. ഇന്ന് റോട്ടറി ക്ലബില്ല, ലയൺസ് ക്ലബില്ല, ഇന്നൊരു ക്ലബും തിരുവനന്തപുരത്തില്ല. മുസ്ലിങ്ങൾക്കായിട്ട് ബന്ധം, മുസ്ലിങ്ങൾക്ക് ബന്ധം പള്ളിയുമായിട്ടാണ്. ആ മുസ്ലിമീങ്ങളെ 1985-ൽ മാഷാ അല്ലാഹ് അറിയുന്ന രീതി അനുസരിച്ച് തൗഹീദും സുന്നത്തും പറഞ്ഞപ്പോൾ അവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് കാണുന്ന ആ അവസ്ഥക്ക് ഒരു അവസ്ഥ, ആ പഴയ അവസ്ഥ മാറി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറി. ഈ അവസ്ഥ തുടരണം. ആരെ കൊണ്ട് പറ്റും? പണ്ഡിതന്മാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ ഇന്നത് മുഴുവനും പൊളിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദി ആരാണ്? പള്ളിയിലെ ഇമാമിങ്ങളും കമ്മിറ്റിയാണ്. മാറ്റാൻ പറ്റും, എന്ത് വില കൊടുത്തും മാറ്റാൻ പറ്റും. പക്ഷെ ഉലമാക്കൾ ഉണർന്നേ പറ്റൂ. മിമ്പറുകളും മെഹ്റാബുകളും ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. 98% വരുന്ന OBC കൂട്ടത്തിൻ്റെ കയ്യിലാണ് മിമ്പറും മെഹ്റാബും ഉള്ളത്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ മെനക്കെട്ടേ പറ്റൂ. അല്ലെങ്കിൽ വരും നാളുകളിൽ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ലാത്ത സംഭവങ്ങൾ സാക്ഷിയാകാൻ പോവുകയാണ്. ഖുർആനിന്റെ അനുസരിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. തുടക്കം മുതൽ ഇങ്ങോട്ടെ ഭൂമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വെള്ളപ്പൊക്കത്തെയും മലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിർക്കിന്റെ കട്ടികളെ അല്ലാഹു തആലക്ക് ഇവിടുത്തെ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ മജൂസികളോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ ഒന്നല്ല അല്ലാഹു തആലക്ക് കടുത്ത വെറുപ്പ്. ഷഹാദത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറി ജാറങ്ങളിലേക്ക് പോയവരോടാണ് അല്ലാഹു തആലക്ക് വെറുപ്പ്. ആ വെറുപ്പ് തീർക്കാൻ ഉലമാക്കൾ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി തയ്യാറായാൽ ബാക്കിയുള്ളതെല്ലാം വെറും പീസുകൾ മാത്രമാണ്. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത്രയും നമുക്ക് പറയാൻ പറ്റും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് അംബിയാ മുർസലീങ്ങൾ ചെയ്ത ജോലി. അംബിയാ മുർസലീങ്ങൾ ചെയ്ത ജോലി അതാണ്. പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നില്ല, പുതിയ ഇസ്ലാമിനെ സ്ഥാപിക്കുകയായിരുന്നില്ല. നിലവിലുള്ള ഇസ്ലാമിൽ നിന്ന് ആ കാലഘട്ടത്തിലെ ജനം വ്യതിചലിച്ചപ്പോൾ അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരലായതിന്റെ വിമാരുടെയും റസൂലിന്റെയും ജോലി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒരു കൃത്യമായ പ്രോജക്റ്റ്, ഒരു പ്രോഗ്രാമുമായിട്ടാണ്. അത് അല്ലാഹു തആല പറഞ്ഞല്ലോ, ആവശ്യങ്ങൾക്ക് ലക്കും ഫിൽ അർദി മുസ്തഖറും വമതാഉൻ ഇലാഹി. എന്നിട്ട് പറഞ്ഞു ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തആല ആദം നബിയുടെ കാലം മുതൽക്ക് തന്നെ ഈ ദീനുൽ ഇസ്ലാം
ഒരു 10 തലമുറയെ വളരെ പ്യൂറായിട്ട് അല്ലാഹു തആല ജീവിച്ച് കാണിച്ചു കൊടുത്തു. 10 തലമുറയെ. 11ാമത്തെ തലമുറ ആദം, ഇദ്രീസ്, ശീസ് മുതലായ നബിമാര് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക്, അഥവാ അള്ളാഹുവിന്റെ പകരക്കാരോ ഇടയാളുകളോ ഉണ്ട് എന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് നൂഹ് നബിയെ റസൂലാക്കി അയക്കേണ്ടി വന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുതിയ ദീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. നിലവിലുള്ള മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക് ഹൂദിനെ അയച്ചു. എന്തിന്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിലവിലുള്ള ഇസ്ലാമിനെ അവർ കളഞ്ഞു കുളിച്ചപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. വൈലാ സമൂദ അഖാഹും സാലിഹ, സമൂദിന്റെ അത് കഴിഞ്ഞിട്ട് സമൂദിലേക്ക് സാലിഹ് നബിനെ നിയോഗിച്ചു. എന്തിന്? ഹൂദ് നബി പഠിപ്പിച്ചു കൊടുത്ത ദീൻ നിലവിലുണ്ടായിരുന്നു, അതിനെ മൗലാനമാരും ശൈഖുനമാരും കൊളാക്കി, അത് നേരെയാക്കാൻ. അത് കഴിഞ്ഞിട്ട് ലൂത്തന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. എന്തിന്? തൊട്ട് മുമ്പുള്ള സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിൽ കൊണ്ടുവന്ന ദീനിനെ മൗലാനമാരും ശൈഖുനമാരും കൊളാക്കി. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലൂത്ത് നബിക്ക് ശേഷം കൊണ്ടുവന്നു. എന്തിന്? തൊട്ട് മുമ്പ് ഹൂദ് നബിയും സാലിഹ് നബിയും മറ്റുള്ള നബിമാരും നിലവിൽ കൊണ്ടുവന്ന ദീനിനെ അന്ന് ഇറാഖിലെ ജനം കൊളാക്കി. അതിനെ നേരെയാക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടി. എന്തിന്? അന്ന് ഈജിപ്തിലെ ജനം ഇബ്രാഹിം നബി പഠിപ്പിച്ച ദീനിൽ നിന്ന് മൗലാനമാരിസ് പഠിപ്പിച്ച ദീനിലേക്ക് പോയി അത് ശരിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് ആ പാരമ്പര്യത്തിൽ ഈസാ നബിനെ കൊണ്ടുവന്നു ഇസ്രായേലി സമൂഹത്തിലേക്ക്. എന്തിന്? മൂസ നബി പഠിപ്പിച്ചു കൊടുത്ത ദീൻ അവർ കൊളാക്കി, മൗലാനമാരും ശൈഖുനമാരും. ഇപ്പുറത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിനെ ഖുറൈശികൾ കൊളാക്കി. അതിനെ നേരെയാക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ ചരിത്രം പറഞ്ഞതാ. ഏതെങ്കിലും ഒരു റസൂലോ നബിയോ പുതിയ ഏതോ ഒരു മതത്തിൽപ്പെട്ട ജനങ്ങളെ മതം മാറ്റാൻ കൊണ്ടുവന്നതാണോ, അതോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വല്ലാഹി ഒരു റസൂലും ഏതോ ഒരു മതത്തിലുള്ളവരെ പുതിയ മതത്തിലേക്ക് ചേർക്കാൻ വന്നതല്ല, മറിച്ച് മൗലാനമാരും ശൈഖുനമാരും കൊളാക്കിയ മുസ്ലിമീങ്ങളെ ഒറിജിനൽ ഇസ്ലാമിലേക്ക്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ എഴുതിയത് ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം എന്ന് എഴുതിയത്. ശൈഖുൽ ഇസ്ലാം അഷ്റഫുൽ ഖൽക്കിന്റെ ബൈഅത്തിനെ സംബന്ധിച്ച്, അഷ്റഫുൽ ഖൽക്കിന്റെ റിസാലത്തിനെ സംബന്ധിച്ച് എഴുതിയത് എന്താ? എന്തിനാണ് മുഹമ്മദ് നബി നബിയായിട്ട് വന്നത്? ലിയുജദ്ദിദ, പുതുക്കി കൊണ്ടുവരാൻ, ദീന അബീഹിം, അവരുടെ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിനെ പുതുക്കാൻ വേണ്ടി ആണ് മുഹമ്മദ് നബി റസൂലായിട്ട് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ബിൻ ലുഹയ്യിൽ ഖുസായി, അംർ ബിൻ ലുഹയ്യിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ? അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മാഈൽ, ഉപ്പുപ്പ ഇസ്മായിൽ കൊണ്ടുവന്ന ദീനിനെ ആദ്യമായി ജാറത്തിന്റെ ദീനാക്കി മാറ്റിയത് അംർ ബിൻ ലുഹയ്യ. ആ അംർ ബിൻ ലുഹയ്യിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഏതാണ്ട് ഖുറൈശികളെ മനസ്സിലാവുമല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അംർ ബിൻ ലുഹയ്യ് ഖുറൈശി ഖുസായി ഗോത്രക്കാരുടെ നേതൃത്വത്തിൽ വഹിക്കുന്നത് ഖുസൈന്റെ കാലഘട്ടത്തിലാണ്. ഖുസൈ എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽക്കിന്റെ 5ാമത്തെ ഉപ്പാപ്പ. 5ാമത്തെ ഉപ്പാപ്പന്റെ കാലത്താണ് അംർ ബിൻ ലുഹയ്യ് ജീവിക്കുന്നത്. ആ അംർ ബിൻ ലുഹയ്യിന്റെ അടക്കമുള്ള ഖുസാത്ത് ഗോത്രക്കാരിൽ നിന്നാണ് ഖുസൈ അധികാരം പിടിച്ചെടുക്കുന്നത്. അതായത് മക്കയും മദീനയും ഒക്കെ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ഖുസായി ഗോത്രക്കാരായിരുന്നു കൊണ്ടുപോയത്. ഖുറൈശികൾക്ക് നഷ്ടപ്പെട്ടു അധികാരം. അങ്ങനെ ഖുറൈശികളിലേക്ക് തന്നെ മക്കയുടെയും ഹറമിന്റെയും കഅബത്തിന്റെയും അധികാരം ഖുറൈശികൾക്ക് തന്നെ തിരിച്ചുപിടിക്കാൻ ഖുസൈയാണ് മെനക്കെട്ടത്. എന്താ ചെയ്തെന്നറിയുമോ? ഖുസൈ ഖുസാ ഗോത്രത്തിൽ വിവാഹം കഴിച്ചു. ഖുസൈ എന്ന് പറഞ്ഞ അഷ്റഫുൽ ഉപ്പുപ്പ, 5ാമത്തെ ഉപ്പാപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. ഈ ഖുസൈ ഖുസാ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ഖുസാ ഗോത്രത്തിന്റെ തലവന്റെ അമീറിന്റെ പേര് എനിക്ക് പേരോർമ്മയില്ല. അയാളെ മോളെ കെട്ടി. അവസാനം അവർക്ക് ആമക്കൾ ഉണ്ടായിരുന്നു, പൊട്ടന്മാര്, മടയന്മാര്. പിന്നെ ഇത് ഖുസൈ നല്ല മിടുമിടുക്കൻ, ഖുറൈശി തറവാട്ടിലാണല്ലോ, പേരപ്പെട്ട തറവാട്ടിലാണല്ലോ. ഖുസൈ പുതിയാപ്പള ബലസാൻ തുടങ്ങി. അവസാനം പെരന്റെ അധികാരമെല്ലാം പുതിയാപ്പളക്കായി, അളിയന്മാർ ഔട്ട്. മല കണ്ണൂർ പോലെ കാസർഗോഡ്
പുതിയാപ്പിള മിടുക്കന. അമ്മോശക്ക് ഭയങ്കര ഇഷ്ടം പുതിയാപ്പിള. ആരെ? കുസൈനെ. മക്കളെ ഇഷ്ടമല്ല, മക്കളൊന്നിനും കൊള്ളൂല. അവസാനം എന്താക്കി? മക്കയുടെയും മദീനയുടെയും അധികാരം ഞാൻ മരിച്ചാൽ കുസൈ നടത്തട്ടെ എന്ന് പറഞ്ഞു ബാപ്പ വസിയത്ത് എഴുതി. അങ്ങനെയാണ് ഖുറൈശികളുടെ കയ്യിലേക്ക് വീണ്ടും മക്കാം കഅബയും മസ്ജിദും വരുന്നത്. അപ്പൊ അർത്ഥകാലത്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ സംഭവം നടക്കുന്നത്. അവ്വലു എന്നാ പറഞ്ഞത്. ഞാൻ അതിനാണ് അടിവരയിടുന്നത്. അത് പഠിച്ചേ പറ്റൂ. ഈ വെറും നിക്കാത്തിന്റെ ശർത്തും പറഞ്ഞ് മാത്രം പഠിച്ചിട്ടാണ് ഈ കുഴപ്പം. അവ്വലു മൻ തഗയ്യറന ഗയ്യറന ഗയ്യറ. അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മാഈൽ. നമ്മുടെ ഉപ്പുപ്പ ഇസ്മായിലിന്റെ ദീൻ, ഇസ്ലാം ദീൻ. ആ ദീനുൽ ഇസ്ലാം 4000 കൊല്ലം ഒരു പോറലും ഇല്ലാതെ നിലനിൽക്കുകയായിരുന്നു. ആദ്യമായിട്ട് അതിനെ കൊളാക്കിയത് അംർ ബിൻ ലുഹയ്യാന്ന് റസൂലുള്ളാഹി പറയുന്നത്. അവ്വലു എന്ന് പറയുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതുവരെ ഒറിജിനൽ ദീൻ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. പിന്നെ ഏത് മതത്തിൽ നിന്നാണ് അഷ്റഫുൽ ഖുറൈശികൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കാം. മരിക്കുന്നത് വരെ നമുക്കിത് പറഞ്ഞ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചൂടായി നിൽക്കണം. മുട്ട കോഴിയുടെ പതിനുള്ളിൽ നിൽക്കുന്ന മാതിരി ചൂടായിട്ട് നിൽക്കണം മരിക്കുന്നത് വരെ. ഇടത്തോട്ടും വലത്തോട്ടൊന്നും നമ്മുടെ ചിന്ത നീങ്ങിപ്പോകരുത്. നാം കൈപിടിച്ചിരിക്കുന്ന ഇസ്ലാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൻ്റെ അടിവേരുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എൻ്റെ നഫ്സോടും നിങ്ങളോടും ഞാൻ ആദ്യവും അവസാനവുമായിട്ട് പറയട്ടെ, ഷഹാദത്ത് സഹീഹാക്കിക്കൊണ്ടിരിക്കുക. ദിവസവും നാം അല്ലാഹ്ക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏ അല്ലാഹ് അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാമെന്ന് നിനക്ക് ഉറപ്പ് തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ. നിനക്ക് പകരക്കാരില്ല, നിനക്ക് വേറെ ഒരു പാർട്ട്ണർ ഇല്ല, നിനക്ക് വേറൊരു സഹായി ഇല്ല, നിന്റെ അടുത്ത് ശുപാർശ പറയാൻ വേറെ ആളില്ല, നിന്റെ അടുത്ത് ഇടയാളാക്കാനും പറ്റിയ വേറെ ആളില്ല. നീ മാത്രമാണ്, നീയേ ഉള്ളൂ, എല്ലാം നീയാ. അന്തസ്സലാം മിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം. ഇതൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ എന്തൊരു വലിയ വാക്കുകളാണ് ഇതൊക്കെ. അല്ലാഹുമ്മ അന്തസ്സലാം അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. എന്നാലും നാട്ടുകാരോട് പറയും, എന്നാലും തങ്ങൾ വേണോ? നിക്കിച്ചിട്ട് പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അപ്പുറം പോയിട്ട് എന്താ പറയാ? അല്ലാഹുവിനെ തരുന്നത് തങ്ങൾ വിചാരിച്ചാലേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നിൽക്കില്ല. അല്ലാഹുവേ, നീ റബ്ബായതുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ. നീ റബ്ബായതുകൊണ്ട്, കാരണം എൻ്റെ കാര്യങ്ങൾ മുഴുവനും നടത്തുന്നത് നീയാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ വാശത്. അപ്പ അല്ലാഹ് ചോദിക്കുന്നു, എങ്ങനെയാണ് നീ അത് നടപ്പിലാക്കുക? നീ എങ്ങനെയാണ് ഞാൻ മാത്രം എന്നത് നീ ഏത് രീതിയിലാണ് നടപ്പിലാക്കുക? ഏ അല്ലാഹ്, നീ ഒരു റസൂലിനെ അയച്ചു തന്നിട്ടുണ്ട്. ആ റസൂലിന്റെ റിസാലത്തനുസരിച്ച് എന്നാ പറ, കരാറ് പറ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു, ഞാൻ ഏറ്റു അല്ലാഹുവേ, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ത് പറഞ്ഞോ, വേറെ തങ്ങൾ എന്ത് പറഞ്ഞോ, ഷെയ്ഖ് എന്ത് പറഞ്ഞോ, ഇമാം എന്ത് പറഞ്ഞോ, ഉസ്താദ് എന്ത് പറഞ്ഞോ, ഖത്തീബ് എന്ത് പറഞ്ഞോ, ഒന്നും എനിക്കറിയണ്ട. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നഫ്സോട് നിങ്ങളോട് പറയുന്നത്, നാം അള്ളാഹ് കൊടുത്ത കരാറ് എപ്പോഴും സഹിയാകുന്നുണ്ടോ, ശഹിയായിട്ടുണ്ടോ? അത് എന്തെങ്കിലും എന്തെങ്കിലും ബാത്തിലാകുന്ന കാര്യങ്ങൾക്ക് തകർന്നിട്ടുണ്ടോ? അതെന്തെങ്കിലും കാര്യത്തിൽ ഡിസ്മസ്സായി പോയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ സസ്പെൻഡായി പോയിട്ടുണ്ടോ? എന്തെങ്കിലും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ അതിനെന്തെങ്കിലും ഡാമേജ് വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഷഹാദത്തിനെ തസ്ഹീഹ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. മാഷാ